ഉപവിഷ്ടരായ മഹാനായ മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയുടെ ചാര ചെന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി നിറഞ്ഞ മനസ്സുമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറ അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് സലാം പറയാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നാടിന് അഭിമാനമായി കേരളത്തിലെ മദ്രസ പ്രസ്ഥാനത്തിന് ഒരു പൊൻതൂവലായി നിറഞ്ഞു തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഇവിടത്തെ മദ്രസ കെട്ടിടം, ഈ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക, ശാരീരിക, മാനസികമായ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ എല്ലാ സഹായങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഥവാ സ്വർഗത്തിലൊരു ഭവനം എന്ന വിഷയമാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ പറയുന്ന കാര്യം സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കാനുള്ള വഴികളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അപരിമേയമായ അനുഗ്രഹ കടാക്ഷങ്ങൾ പെയ്തിറങ്ങുന്ന, അനുഗ്രഹത്തിന്റെ അഗണ്യകോടി മാലാകമാർ പെയ്തിറങ്ങുന്ന സ്വർഗീയ ലോകത്ത് ഒരു വീട് നിർമ്മിക്കാനുള്ള ഇസ്ലാമിക വഴികളെ കുറിച്ചാണ് ഇവിടെ ചർവണം ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ വീട് നിർമ്മിക്കുന്നതിന്റെ മുമ്പ്, ആ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അല്പം നമുക്ക് പറഞ്ഞിട്ട് ആ വീട് നിർമ്മാണത്തിന്റെ വഴികളെ കുറിച്ച് പറയാം. അല്ലെങ്കിലും ഈ ദുനിയാവിൽ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അന്വേഷിക്കുക ആ വീട് നിർമ്മിക്കാൻ ഏത് സ്ഥലമാണോ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ചാണ്. എന്നതുപോലെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗലോകത്തൊരു വീട് നിർമ്മിക്കാൻ നാം ഉദ്ദേശിക്കുമ്പോൾ ആ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമായ സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയം ആരംഭിക്കാം. അഥവാ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. അതിലേക്കു നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ, സ്വർഗം ഒരു വീടായി സൗദമായി നിനക്ക് ലഭ്യമാകുമെന്ന് കൃത്യമായൊരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ എത്രമേൽ വലിയ പ്രയാസ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അത് മനസ്സിന് യാതൊരു കുലുക്കവും ഉണ്ടാക്കുകയില്ല. എത്ര വലിയ പ്രയാസങ്ങളും അനുഭവിക്കാൻ തയ്യാറാണ്. പകരം ഒന്നേയൊന്നു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുക എന്ന ലക്ഷ്യം. ആ സ്വർഗം അള്ളാഹു സമ്മാനമായി നൽകുകയാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ പ്രയാസങ്ങളും അതുപോലെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന്റെ മകുടോദാഹരണങ്ങൾ നിരവധി ചരിത്ര ദശാസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ നിൽക്കുന്ന സമയം അന്ന് റസൂലുള്ളാഹിന്റെ അരികെ ഒരു സ്വഹാബി ഇരിക്കുകയാണ്. വിശന്നൊട്ടിയ വയറുമായിട്ടോ, ആ വിശന്ന വയറുമായിട്ട് നിൽക്കുന്ന ആ സ്വഹാബിയുടെ കയ്യിൽ ആരോ അല്പം കാരക്ക കൊടുക്കുകയാണ്. ആ കാരക്ക തിന്നുകൊണ്ടിരിക്കുമ്പോ ആ സ്വഹാബി റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
നബിയെ, ഈ ഉഹുദ് യുദ്ധത്തിൽ ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ എനിക്കെവിടെയാണ് പോകാനുള്ളത് എന്ന് അന്നേരം റസൂലുള്ള മറുപടി പറയുകയാണ്, ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് കേട്ട ഉടനെ ആ സ്വഹാബി തന്റെ കയ്യിലുള്ള കാരക്ക, ആ വിശന്നൊട്ടിയ വയറുമായിട്ട് വിശപ്പിനൽപ ശമനം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടോ ആ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുകയാണ്. എന്നിട്ടോ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. സുമ്മ ഖാതല ഹത്താ ഖുതില, ഷഹീദാകുന്നതുവരെ യുദ്ധം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സ്വർഗം കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ പിന്നീട് തന്റെ വിശപ്പൊന്നു തീരട്ടെ, തന്റെ പട്ടിണിയൊന്ന് നീങ്ങട്ടെ, ഈ കാരക്കയൊന്ന് തിന്നു തീരട്ടെ എന്ന് വിചാരിച്ചില്ല. ആ കാരക്ക പോലും തിന്ന് തീരാൻ കാത്തുമൽക്കാതെ അത് വലിച്ചെറിഞ്ഞിട്ട് ഉഹുദിന്റെ രണഭൂമിയിലേക്ക് എടുത്ത് ചാടിയിട്ട് ഷഹീദായിട്ടുണ്ടെങ്കിലോ എന്താണ് ഈ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗം ലഭിക്കുമെന്ന കൃത്യമായൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരണം പോലും സ്വാഗതമാണ്. പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ, പിന്നെ എത്ര വലിയ പ്രയാസം അനുഭവിക്കാനും മനസ്സിന് ടെൻഷനില്ല എന്ന് കൃത്യമാണ്. അഥവാ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ ദുനിയാവിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും പ്രയാസങ്ങളല്ല. എന്നാൽ ഈ സ്വർഗത്തിന് 8 നിലകളാണുള്ളത്. ദാറുൽ അദ്ൻ, ദാറുൽ ഖുൽദ്, ദാറുൻ നഈം, ദാറുൽ മഅവ, ദാറുസ് സലാം, ദാറുൽ ഖറാർ, ദാറുൽ മുഖാമ, ജന്നാത്തുൽ ഫിർദൗസ്. സ്വർഗത്തിന്റെ 8 നിലകളാണ്. അതിൽ ഏറ്റവും ഉന്നതമായ സ്വർഗം ഏതാണെന്നറിയോ? ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത്, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിലോ, അല്ലാഹുവിനോട് സ്വർഗത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിലോ, ഫസ്അലൂൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹുവിനോട് ചോദിക്കണം. ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്തേ കാരണമെന്നറിയോ? ജന്നാത്തുൽ ഫിർദൗസ് എന്നുള്ളത് ഫഇന്നഹു വസ്തുൽ ജന്ന വഅലൽ ജന്ന വഫൗഖഹു അർശുർ റഹ്മാൻ. ആ ജന്നാത്തുൽ ഫിർദൗസ് വസ്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നടുഖണ്ഡമാണ്. വഅലൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ. ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും ഉദാത്തമായ, ഉജ്ജ്വലമായ, മനോഹരമായ, ഏറെ ഭംഗിയുള്ള, ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ പാതിരാവിന്റെ പാതിവേളകളിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ടോ 2 കരങ്ങളും മേൽപോട്ട് ഉയർത്തിയിട്ട് രാജാതിരാജനായ അല്ലാഹുവിനോട് നീ ദുആ ചെയ്യലുണ്ടല്ലോ, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് നീ പ്രാർത്ഥന നടത്താറുണ്ടല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ സ്വർഗം തരണേ അല്ലാ എന്ന് പറയുന്നതിനേക്കാളപ്പുറം എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി സാധ്യമാവണം. കാരണം ദുആ ചെയ്യുമ്പോ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. ഇനി കേൾക്കി, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുമ്പോഴാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ജന്നാത്തുൽ ഫിർദൗസിന്റെ ഒരു കഥ പറഞ്ഞത്. അതിങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അഥവാ 5-8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്തൊരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചെന്നോട്. 5-8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ആ സഹോദരി ചോദിക്കുകയാണ്, ഉസ്താദേ, റസൂലുള്ളാന്റെ കോലത്തിലോ റസൂലുള്ളാന്റെ രൂപത്തില് ഇബ്ലീസ് സ്വപ്നത്തിൽ വരുമോ എന്ന്. റസൂലുള്ളാന്റെ രൂപം പ്രാപിച്ചിട്ടോ ഇബ്ലീസ് കിനാവിൽ വരുമോ? ആ പെണ്ണിന്റെ ചോദ്യമാണ്. ആ സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലും റസൂലുള്ളാന്റെ കോലത്തിലോ ഇബ്ലീസിന് കിനാവിൽ വരാൻ കഴിയില്ല. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മൻ റആനി ഫിൽ മനാം, ആരെങ്കിലും എന്നെ കിനാവ് കണ്ടാൽ ഫഖദ് റആനി, അവൻ കണ്ടത് എന്നെ തന്നെയാണ്. കാരണം തീർച്ചയായും എന്റെ രൂപത്തിലോ ഇബ്ലീസിന് വരാൻ കഴിയുകയില്ല എന്ന് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പെണ്ണിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, ഇല്ല പെങ്ങളെ, ഇല്ല, ഒരിക്കലും ഇബ്ലീസ് റസൂലുള്ളാഹിന്റെ കോലത്തിൽ വരാൻ കഴിയുകയില്ല എന്ന് ആ പെണ്ണിനോട് മറുപടി പറഞ്ഞപ്പോ ആ പെണ്ണിനോടൊരു കാര്യം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ പെണ്ണെന്താ പറഞ്ഞതെന്നറിയോ? എങ്കിൽ ഉസ്താദേ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്. ആരെയാണ് സ്വപ്നം കണ്ടതെന്നറിയോ? അത് ലോകത്തിന്റെ മുത്ത്, മുസ്ലിമീങ്ങളുടെ സ്വത്ത്, അഴകിന്റെ മാരിവില്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇന്നലെ രാത്രി ഞാൻ കിനാവ് കണ്ടത്. പെങ്ങളെ, എത്ര കാലമായി നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ടോ. സ്വലാത്തിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുമ്പോ ആ സ്വലാത്ത് മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് പ്രാർത്ഥന നടത്താറുണ്ടല്ലോ, അല്ലാഹുവേ റസൂലുള്ളാഹിനെ കിനാവ് കാണിച്ചു തരണേ അല്ലാഹ്. ആ പ്രാർത്ഥനക്ക് നമ്മൾ എങ്ങനെയാ ആമീൻ പറഞ്ഞത്? ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ സാക്ഷി നിർത്തിയിട്ടല്ലേ, ഒരുപാട് ആഗ്രഹത്തോടെയല്ലേ. പടച്ചവനെ, എന്റെ കിനാവിലേക്ക് റസൂലുള്ളാഹിനെ കാണിച്ചു തരണേ അല്ലാഹ് എന്ന ഉത്കടമായ ആഗ്രഹത്തോടെയാണ് നീ ആമീൻ പറഞ്ഞതെങ്കിലോ. അങ്ങനെ എത്രയെത്ര കാലമാ, എത്രയെത്ര പ്രാർത്ഥനകളാ റസൂലുള്ളാഹിനെ കിനാവിൽ കാണാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതോ. എന്നാൽ ഒരു പെണ്ണ് പറയുകയാണ്, ഇന്ന് റസൂലുള്ളാഹിനെ കിനാവ് കണ്ടിട്ടുണ്ട് എന്ന്. ഞാൻ ആ സമയത്ത് ആ പെണ്ണിനോട് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ രൂപം എങ്ങനെയാണ്? അന്നേരം ആ പെണ്ണ് പറയുകയാണ്, ഉസ്താദേ, അത് പറഞ്ഞു തരാൻ എനിക്ക് കഴിയൂല, അതെങ്ങനെയാണെന്ന് വിവരിച്ചു തരാനുള്ള സാഹിത്യം എനിക്കറിയില്ല, അത് പറയാൻ എന്റെ നാവുകൾക്ക് കഴിയില്ല ഉസ്താദേ. പെണ്ണ് വല്ലാത്ത സങ്കടത്തോടെ പറയുകയാ, അതങ്ങ് പറഞ്ഞു തീർക്കാൻ എനിക്ക് കഴിയൂല എന്ന്. ആ സമയത്ത് ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, പെങ്ങളെ, ആ കണ്ട പാശ്ചാത്തലം എന്താണ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടത് എന്ന്. അന്നേരം ആ പെണ്ണ് പറഞ്ഞത് എങ്ങനെയാണ്, ഉസ്താദേ, ഞാൻ മദീന സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന രംഗമാണ് കിനാവ് കണ്ടത്. മദീനയിലേക്ക് പോകുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശനങ്ങളാൽ ഹർഷപുളകിതമായ മണൽത്തരികളിലൂടെ ഞാൻ നടന്നങ്ങ് നീങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിന്റെ പച്ച ഖുബ്ബയുടെ അരികിലെത്തിയപ്പോ ആ കിനാവിലായി റസൂലുള്ളാഹിനോട് ഞാൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
ആ സലാം റസൂലുള്ള മടക്കുകയാണ്. എങ്ങനെയെന്നറിയോ? കിനാവിൽ റസൂലുള്ള എന്റെ അരികിലേക്ക് വരുന്നു. ആ റസൂലുള്ളാന്റെ മുഖം ഞാൻ കാണുന്നു. പുന്നാര നബി തങ്ങൾ എന്റെ സലാം മടക്കുന്നു. ആ റസൂലുള്ളാനെ കാണുകയാണ്. അതൊരു വല്ലാത്ത പ്രകാശമാണ്. പൂർണ്ണ പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഹബീബിന്റെ ഭൂമുഖം കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായി. ആ സമയത്ത് റസൂലുള്ളയോട് ഞാനൊരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിന് റസൂലുള്ള ഒരൊറ്റ മറുപടിയെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ 5-8 മാസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിന്റെ കിനാവ് കണ്ട പെങ്ങള് പറയുകയാ, ആ കിനാവ് കണ്ട നേരത്ത് സലാം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. നബിയേ, അങ്ങയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വരാൻ ഞാൻ വല്ല പ്രത്യേകമായ അമലും ചെയ്യേണ്ടതുണ്ടോ എന്ന്. ആ ജന്നാത്തുൽ ഫിർദൗസ് പറയുമ്പോഴാണ് ഈ വിഷയം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വരാൻ ഞാൻ പ്രത്യേകമായ വല്ല അമലും ചെയ്യേണ്ടതുണ്ടോ എന്ന് അന്നേരം റസൂലുള്ളാഹി പെണ്ണിനോട് കിനാവിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. ഏ ഉമ്മ, കേൾക്കണേ, മടി കാണിക്കല്ല, അലസത കാണിക്കല്ല, ശ്രദ്ധ മാറല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ വല്ലാക്കടപ്പുറത്തിന്റെ അഭിമാനമായി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ മദ്രസ അങ്കണത്തിന് ചാരി നിൽക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള്, റസൂലുള്ള പെണ്ണിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാ, പെണ്ണേ, നിനക്ക് എന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വരാൻ മോഹമുണ്ടോ? എങ്കിൽ നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തൂ, നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തൂ. ഇത് പറയലോടെ എന്റെ കിനാവിൽ നിന്ന് ഞാൻ പിന്മാറുകയാ. എന്റെ കിനാവ്, എന്റെ സ്വപ്നമങ്ങ് മാഞ്ഞു പോവുകയാ. ഈ രംഗം വരെ മാത്രമേ ഞാൻ കിനാവ് കണ്ടിട്ടുള്ളൂ. ആ പെങ്ങള് പറഞ്ഞ വിഷയമാണിത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വരാൻ നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തൂ എന്ന മറുപടിയാണ് ആ 5-8 മാസങ്ങൾക്ക് മുമ്പ് കിനാവിൽ വന്ന പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു പാവപ്പെട്ട പെങ്ങളോട് മറുപടി പറഞ്ഞതെങ്കിലും നമുക്കും മോഹമില്ലേ? ഈ ഒരു സ്വപ്നം വലിയ പ്രാമാണിക യോഗ്യമായ വിഷയമാക്കിയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. പിന്നെ ഒരു പാവപ്പെട്ട പെങ്ങള് റസൂലുള്ളാഹിന്റെ കിനാവ് കണ്ട സമയത്തുള്ള ആ രംഗമൊന്ന് വിവരിച്ചു തന്നതാ. ഏതായിരുന്നാലും 14 മുമ്പ് ലോകത്തിന്റെ മുത്തായ മുത്തൊളിമുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ വിഷയത്തിൽ ആ പെണ്ണിന്റെ ഭർത്താവ് തൃപ്തിയുള്ള ഭർത്താവാണെങ്കിൽ ദഖലൽ ജന്ന, ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവ് നിന്നിൽ തൃപ്തിയുണ്ടോ? നിന്റെ കാര്യത്തിൽ ഭർത്താവിന് സന്തോഷമാണോ? നിന്റെ കാര്യത്തിൽ ഭർത്താവിന് സമാധാനമാണോ? ഭർത്താവിന്റെ ഹൃദയമാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കനകസിംഹാസനത്തില് ഭാര്യയായി നിനക്ക് ചിരപ്രതിഷ്ഠതയോടെ നിലനിൽക്കാൻ സാധ്യമായിട്ടുണ്ടോ? എങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പാറിപ്പറന്നു പോകാൻ ഭർത്താവിന്റെ തൃപ്തി അനിവാര്യമാണെന്നർത്ഥം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും സ്വർഗം, ആ സ്വർഗവും ജന്നാത്തുൽ ഫിർദൗസ്, അവിടേക്ക് നമുക്ക് പോകണം. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ.
അതിനുവേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ വിചാരം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നമ്മൾ ചെയ്ത ഈ അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണോ? അതാ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മദ്രസ ഇവിടെ നിർമ്മിച്ചുണ്ടാക്കി ഈ നാടിനും ഈ കാസർഗോഡ് ജില്ലക്കും ഈ കേരളത്തിനും മുസ്ലിം കൈരളിക്ക് തന്നെ അഭിമാനമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. അഭിമാനത്തിന്റെ ഗോപുരമുകളിൽ വിരാജിക്കുകയാണ് നമ്മുടെ ഈ മദ്രസ കെട്ടിടമെങ്കിൽ പോലും ആ മദ്രസ നിർമ്മിക്കാൻ ഞാൻ ലക്ഷങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്നാണോ ചിന്ത? അതല്ല എങ്കിൽ പാതിരാ നേരത്ത് ഈ എന്റെ നാട്ടുകാർ മുഴുവനും സുഖനിദ്രയിൽ ആണ്ടുകിടക്കുന്ന സമയത്ത് എഴുന്നേറ്റുകൊണ്ട് മരം കോച്ചുന്ന തണുപ്പിനെ വകവെക്കാതെ തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്തുകൊണ്ട് ഒരുപാട് റക്അത്തുകൾ തഹജ്ജുദ് നമസ്കരിക്കുകയും എന്നിട്ട് ഇരുകരങ്ങളും മേൽപോട്ട് ഉയർത്തിയിട്ട് അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നടത്തുകയും അങ്ങനെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് ആരാധനാ നിമഗ്നമായ മനസ്സുമായിട്ട് പാതിരാവിന്റെ പാതിവേളകളിൽ ചെലവഴിക്കുന്ന പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് ആ നന്മകൾ ഉയർത്തി കാണിച്ചിട്ട് നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്ത് ഈ നന്മകൾക്ക് പകരമായിട്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് സ്വർഗം തരുമെന്ന ചിന്തയാണോ നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ആ ചിന്തകളെ അറബിക്കടലിന്റെ അലകളിലേക്ക് വലിച്ചെറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാ. നിന്റെ നന്മകൾ കാരണം, നീ ചെയ്തു കൂട്ടിയ നന്മകളുടെ കൂമ്പാരങ്ങൾ കാരണം നിനക്ക് സ്വർഗം കിട്ടുമെന്ന ചിന്തയുണ്ടോ? നമ്മളൊക്കെ ചെയ്ത നന്മകളുണ്ടല്ലോ, അനവധി നിരവധി ദിക്റ് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ടല്ലോ, അനവധി നിരവധി സ്വലാത്ത് മജ്‌ലിസുകളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ലക്ഷോപലക്ഷങ്ങൾ നിന്റെ പള്ളിക്ക് വേണ്ടി നീ ചെലവഴിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് മണിക്കൂറുകളോളം പടച്ച തമ്പുരാന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. അത് കാരണമായിട്ട് സ്വർഗം കിട്ടുമെന്ന് പൂതിയുണ്ടോ? വേണ്ട വേണ്ട. ചെയ്ത നന്മകൾ ഉയർത്തി കാണിച്ചിട്ട് സ്വർഗം ചോദിച്ചിട്ട് വാങ്ങാമെന്ന് ആരെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്ത വേണ്ട. അങ്ങനെയൊരു സ്വർഗമില്ലോ, അങ്ങനെയൊരു സ്വർഗം കിട്ടുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ലോ. പിന്നെയോ സ്വർഗം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? അത് പടച്ച തമ്പുരാന്റെ കാരുണ്യമാ. അല്ലാഹുവിന്റെ അപരിമേയമായ കരുണാ കടാക്ഷത്തിലല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പാറിപ്പറന്നു പോകാൻ ഒരൊറ്റ വിശ്വാസിക്കും സാധ്യമല്ല, ഒരു പ്രവാചകനും സാധ്യമല്ലോ, ഒരു സ്വഹാബത്തിനും സാധ്യമല്ലോ, ഒരു ഔലിയായിനും സാധ്യമല്ലോ, ഒരു പണ്ഡിതനും സാധ്യമല്ലോ. ചെയ്ത നന്മകളെ ഉയർത്തി കാണിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല. പിന്നെയോ പടച്ച തമ്പുരാന്റെ കാരുണ്യമുണ്ടായാലല്ലാതെ സ്വർഗം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോ ആ മനുഷ്യന് പടച്ചവനോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാഹുവേ സുജൂദിലായി മരിപ്പിക്കണേ അല്ലാ. ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിച്ചല്ലോ. സുജൂദിൽ കിടന്നിട്ടാണ് 500 വർഷം മുഴുവനായി പടച്ച തമ്പുരാനെ മാത്രം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ മരിച്ചതെങ്കിലോ ആ മനുഷ്യന് നാളെ പരലോകത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന രംഗത്തെ കുറിച്ച് പ്രിയപ്പെട്ട പ്രവാചകനും പറഞ്ഞു തരുന്നുണ്ടോ? ആ മനുഷ്യന് കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്തതിന് ശേഷം രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗനിയന്താവായ പടച്ച തമ്പുരാൻ തന്റെ മാലാഖമാരോട് പറയുകയാ, എന്റെ കാരുണ്യം കാരണം ഇയാൾക്ക് സ്വർഗം കൊടുക്കൂ. അന്നേരം ഈ മനുഷ്യനോ 500 കൊല്ലം പടച്ച തമ്പുരാന് ഇബാദത്തെടുത്ത മനുഷ്യനോ അവിടെ വെച്ച് പടച്ച തമ്പുരാനോട് ചോദിക്കുകയാ, അല്ലാഹുവേ ഈ 500 കൊല്ലം ഇബാദത്തെടുത്ത എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ നിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമുണ്ടോ? നിന്റെ സമ്മതത്തിന്റെ ആവശ്യമുണ്ടോ? നിന്റെ കാരുണ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ചെയ്ത നന്മകൾ കാരണം എനിക്ക് സ്വർഗം തന്നൂടെ? ഞാൻ സുജൂദിലായിട്ടല്ലേ മരിച്ചത്? ഞാൻ 500 വർഷക്കാലം നിനക്ക് മാത്രമല്ലേ ഇബാദത്ത് ചെയ്തിട്ടുള്ളത്? അത് കാരണമായിട്ട് എനിക്ക് സ്വർഗം തന്നൂടെ അല്ലാഹ്?
എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് പടച്ച തമ്പുരാന് പറഞ്ഞതെന്താണ്? നീ നിനക്ക് ഞാൻ നൽകിയ ഒരു കണ്ണെന്ന അനുഗ്രഹമുണ്ട്. ആ കണ്ണെന്ന അനുഗ്രഹത്തിന് തുല്യമായിട്ടോ നീ 500 വർഷക്കാലം ചെയ്ത ഇബാദത്തുകൾക്ക് അതിന് ഭാരമില്ലോ എന്ന് പറഞ്ഞിട്ടോ നീ എന്റെ കണ്ണിന് പോലും നീ ശുക്ർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നീട് ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനാ ഓർഡർ ഇടുന്നത്. അപ്പോഴാണ് കാര്യം മനസ്സിലാക്കി ഈ മനുഷ്യന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ട് പറയുന്നത്, അല്ലാ അല്ലാ അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് മാത്രം എനിക്ക് സ്വർഗം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് 500 വർഷക്കാലം മുഴുവനായിട്ട് ഇബാദത്ത് ചെയ്ത മനുഷ്യന് പോലും അവന് സ്വർഗം കിട്ടാനുള്ള കാരണം അല്ലാഹുവിന്റെ കാരുണ്യമാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നന്നായി ദുആ ചെയ്യേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. നിന്റെ കാരുണ്യമില്ലാതെ എനിക്ക് ഇബാദത്ത് എടുക്കാൻ സാധ്യമല്ല. നിന്റെ കാരുണ്യമില്ലാതെ നന്മ ചെയ്യാൻ സാധ്യമല്ല. നിന്റെ കാരുണ്യമില്ലാതെ സുഹൃതത്തിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിന്റെ കാരുണ്യമില്ലാതെ നാളെ അർശിന്റെ തണലില്ല അല്ലാ. നിന്റെ കാരുണ്യമില്ലാതെ സിറാത്ത് എന്ന പാലം മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കാൻ എനിക്ക് കഴിയില്ല അല്ലാ. നിന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിന്റെ പടിവാതിൽക്കലേക്ക് കടന്നു പോകാൻ എനിക്ക് കഴിയില്ല റബ്ബേ. അതുകൊണ്ട് നിന്റെ കാരുണ്യം കാരണത്താൽ എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് പ്രാർത്ഥന നടത്തുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തരണേ അല്ലാ എന്ന് ചോദിക്കാൻ വേണ്ടി കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കണം. എന്താ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഒക്കെ അവസ്ഥ ഇൻഷാ അല്ലാഹ് പറയാം. മാത്രല്ല സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ എത്രയാണ് നിങ്ങൾക്കറിയോ? മഹാനായ മുഹമ്മദ് മുസ്തഫ, ഓപ്പറേറ്റർ പോയാ ബാസുകൂട്ട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സംഭവം പറയുന്നു. ഈ സംഭവത്തിന്റെ ലാസ്റ്റ് സമയത്ത് റസൂലുള്ള ചിരിച്ചു എന്ന് ഹദീസിൽ കാണാം. റസൂലുള്ള അപൂർവമായിട്ടേ അങ്ങനെ ചിരിച്ചിട്ടുള്ളൂ. ആ ചിരിച്ചൊരു സന്ദർഭമാണ് ഇത്. അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യൻ അഥവാ നാളെ പരലോകത്തോ സ്വർഗത്തിലേക്ക് പോകേണ്ടവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകേണ്ടവരെല്ലാം നരകത്തിലേക്ക് പോകുന്നു. അങ്ങനെ അല്ല, ആ നരകത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകളും ഉണ്ടാകും. അബൂബക്കറും അതുപോലെ മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകൾ നരകത്തിൽ കിടക്കുന്നുണ്ടാകും. കാരണം അവർ ചില തിന്മകളും തെറ്റുകളും ചെയ്തിട്ടുണ്ടോ. ആ ചെയ്ത തെറ്റുകൾ കാരണമായി അവർ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിച്ചു അവരുടെ കാലാവധി കഴിഞ്ഞാൽ, ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവരിൽ പലരെയും അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച ആരൊക്കെയുണ്ടോ അവരെത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമത്രേ. അങ്ങനെ നരകത്തുനിന്ന് എല്ലാ മുസ്ലിമീങ്ങളും നരകത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ ലാസ്റ്റ് ഒരു മുസ്ലിം മാത്രം സ്വർഗത്തിലാവും. എന്ന് വെച്ചാൽ അയാളാണ് ലോകത്തെ ഏറ്റവും തമ്മാടിയായ മുസ്ലിം. അയാളെക്കാൾ തമ്മാടിയായ മുസ്ലിം വേറെയില്ല. അയാളാ നരകത്തിൽ അങ്ങ് കിടക്കുകയാണ്. ഒടുക്കം അയാളുടെ ശിക്ഷയുടെ കാലാവധിയും കഴിയും. അന്നേരം അല്ലാഹു തആല പറയുമത്രേ, നിനക്കും സ്വർഗത്തിലേക്ക് പോകാം, നിനക്കും സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ ഒരുപാട് നൂറ്റാണ്ടുകളോളം
നരകത്തിൽ കിടന്ന അവസാനത്തെ മുസ്ലിമായ ഈ മനുഷ്യനോ അതാ സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലെത്തുന്നു. അങ്ങനെ ആ വാതിലിലൂടെ സ്വർഗമങ്ങ് നോക്കുമ്പോ സ്വർഗം നിറഞ്ഞു കവിഞ്ഞതുപോലെ ഇയാൾക്ക് തോന്നുകയാണ്. ഒടുക്കം കയറാൻ മടിയോടെ, കയറാൻ സാധിക്കാതെ ഇയാൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ സ്വർഗം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു അല്ലാ, എനിക്കതിൽ നിൽക്കാൻ സ്ഥലമില്ല അല്ലാ. അന്നേരം അല്ലാഹു പറയുമടോ, നിനക്ക് വേണ്ടി ഞാൻ ഈ പ്രപഞ്ചത്തിലെ 10 ഇരട്ടി വലുപ്പമുള്ള സ്ഥലം ഞാൻ സ്വർഗത്തിൽ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് എന്ന്. ആ മോണിറ്ററിന്റെ ബാസ് കൂട്ടണേ, തുടക്കത്തിലേ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഈ ദുനിയാവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ 10 ഇരട്ടി വലുപ്പം ഞാൻ സ്വർഗത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല അവനോട് പറയും. എന്ത് ലാസ്റ്റ് സ്വർഗത്തിൽ പോന്ന ആ കള്ള കൊടുക്കുന്ന എന്തറിയോ? ഈ ദുനിയാവ് എന്ന് പറഞ്ഞ ഭൂമി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ 10 ഇരട്ടി വലുപ്പമാണ് അല്ലാഹു തആല ഈ മനുഷ്യന് വേണ്ടി സൗകര്യം ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോ ഈ മനുഷ്യൻ വിചാരിക്കും, ഇത് കേൾക്കുമ്പോ ഈ മനുഷ്യൻ അള്ളാഹിനോടൊരു വാക്ക് പറയും. ഈ വാക്ക് പറഞ്ഞതിന് ശേഷം റസൂലുള്ള ഇത് ഓർത്ത് ചിരിച്ചുപോയി എന്ന് ഹദീസിൽ കാണാം. എന്താ സംഭവം എന്നറിയോ? ഈ മനുഷ്യൻ, എനിക്ക് സ്വർഗമില്ല എന്ന് കരുതി നിൽക്കുന്ന ഈ മനുഷ്യനോട്, ലാസ്റ്റ് സ്വർഗത്തിൽ പോകുന്ന ഈ മനുഷ്യനോട് അള്ളാഹ് പറഞ്ഞല്ലോ, നിനക്ക് 10 ഇരട്ടി വലുപ്പമുള്ള സ്ഥലം സൗകര്യത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇയാൾ അള്ളാഹിനോട് പറയും, ഇയാള് പറയും, പടച്ചോനെ, നീ എന്നെ കളിയാക്കുകയാണോ? നീ എന്നെ കളിയാക്കുകയാണോ? ഈ വാക്ക് പറയലോടെ റസൂലുള്ള ചിരിച്ചു എന്ന് ഹദീസിൽ കാണാം. നമുക്ക് വല്ല ചിരിയൊന്നും വരില്ല, റസൂലുള്ള ചിരിച്ചു എന്ന്. കാരണം ആ സന്ദർഭം അങ്ങനെയാണ്. കാരണം ഇയാൾ നിരാശനായി നിൽക്കുന്ന സമയം, ഒരു നന്മയും ഒരു നിസ്കാരവും ഒരു നോമ്പും ഒരു ദിക്റും ഇല്ലാത്തവരാണ്. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചത് കാരണത്താൽ സ്വർഗം അല്ലാഹ് കൊടുക്കാണ്. അങ്ങനെ കൊടുക്കുമ്പോ അള്ളാഹിനോട് ഇയാൾ ചോദിക്കും, എനിക്ക് എന്താ സ്വർഗത്തിലുള്ളത്? അല്ലാഹ് പറയാ, ഭൂമിയുടെ ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പം സ്വർഗത്തിലുണ്ട് എന്ന്. അന്നേരം ഇതെന്നെ കളിയാക്കുകയാണെന്ന് കരുതിയിട്ട് അള്ളാഹിനോട് ഇയാൾ പറയുന്നു, നീ എന്നെ കളിയാക്കുകയാണോ അല്ലാ? അല്ലാഹ് പറയാണ്, നിന്നെ കളിയാക്കുന്നല്ല, നീ പോയിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു. ഒടുക്കം ഇയാള് വീണ്ടും സ്വർഗത്തിലേക്ക് അങ്ങ് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇയാള് പോലും അത്ഭുതപ്പെടുകയാണ്. ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രം ആ സ്വർഗത്തിൽ അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാ, അല്ലാഹു നൽകിയ സൗകര്യം എത്രയാണ്. ഈ പ്രപഞ്ചത്തിന്റെ 10 ഇരട്ടി വലുപ്പമാണ്. പ്രപഞ്ചത്തിന്റെ 10 ഇരട്ടി വലുപ്പമാണ് അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ഇത് സ്വർഗത്തിലേക്ക് അവസാനമായി പോകുന്ന ആളുകളുടെ പ്രതിഫലമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരല്പം നേരത്തെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളായിരിക്കും നമ്മെ കാത്തു നിൽക്കുന്നത്. അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാ, ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. ഇനി സ്വർഗത്തിൽ എന്താ ഉള്ളത്? സ്വർഗത്തിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ആഗ്രഹിച്ചത് കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. എന്താണോ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ കിട്ടുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. സ്വർഗത്തിലിരിക്കുന്ന ഒരാൾ, അയാൾ ചിന്തിക്കുകയാണ്, എനിക്കൊരു റുമ്മാൻ വേണം. ഉടനടി അല്ലാഹു അയാൾക്കൊരു റുമ്മാൻ കൊടുക്കുമത്രേ. വേറെന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഉടനടി അല്ലാഹു കൊടുക്കുമത്രേ. എന്താണോ അയാൾ ഇത് ഇല്ലാത്തതാണ്, നിങ്ങൾ ചെയ്യപ്പോ പ്ലീസ് മോണിറ്റർ കൊടുക്കുക, ബാസ് കൊടുക്കുക. എന്താണോ അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ അല്ലാഹു അദ്ദേഹത്തിന് കൊടുക്കുകയാണ്.
ഇത് സ്വർഗത്തിലുള്ള അവസ്ഥയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണ്, മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. എന്ന് വെച്ചാൽ ആഗ്രഹിച്ചത് കിട്ടുകയാണ്. ഇനി നോക്ക്, ഇവിടെ വാതിന് വന്ന സഹോദരിമാർ, അവരൊക്കെ നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ കാണാം, സ്വർഗത്തിലൊരു മൂലക്കിരുന്നിട്ട് ഇങ്ങനെ കള്ളു കുടിക്കുന്നു. സ്വർഗത്തിലെ മൂലക്കിരുന്നിട്ട് കള്ളു കുടിക്കുന്നുണ്ടാവും. അങ്ങനെ ഇപ്പോ വാതിന് വന്ന ഉസ്താദൊക്കെ ആ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു എത്തിക്കട്ടെ, എത്തിക്കട്ടെ, അങ്ങനെ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നു പോകും. അന്നേരം ഉസ്താദിനെ കാണുമ്പോൾ വയത് കേൾക്കാൻ വേണ്ടി വന്ന പെണ്ണുങ്ങന്മാരൊക്കെ പറയും, ഓ ഉസ്താദ് ഇവിടെ എനിക്ക് നമുക്ക് കുറച്ച് കുടിച്ചിട്ട് പോവാന്ന് പറയും. ഇതൊക്കെ സ്വർഗത്തിലെ കാഴ്ചകളാണ്. അള്ളാഹുവേ കള്ളു കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നിങ്ങൾക്കാർക്കും വേണ്ടേ? അള്ളാഹുവേ സ്വർഗത്തിലെ കള്ളു കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. എന്നിട്ടും ആമീൻ പറയുന്നില്ല. ഇത്തിരി സൂഫികളായ മനുഷ്യന്മാരാ. എല്ലാ കടപ്പുറത്ത് മാത്രമേ ഉണ്ടാവും. സ്വർഗത്തിലെ കള്ളു വരെ വേണ്ട. കള്ളിനോടുള്ള ദേഷ്യം കാരണം സ്വർഗത്തിലെ കള്ളു വരെ വേണ്ട എന്ന് പറഞ്ഞത് ഇങ്ങ് മാത്രമേ ഉണ്ടാവും, വേറെ എവിടെ ഉണ്ടാവില്ല. അള്ളാഹുവേ സ്വർഗത്തിലെ കള്ളു കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. എന്താ സ്വർഗത്തിലെ കള്ളിന്റെ അവസ്ഥ എന്നറിയോ? ലാ ഫീഹാ ഗൗൽ, ബുദ്ധിക്കൊരു കുഴപ്പവും വരുത്തുകയില്ല. പിന്നെയോ ലസ്സത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് വല്ലാത്ത സുഖം തരുന്നു, കുടിക്കുന്നവർക്ക് വല്ലാത്ത ആനന്ദമാണ് സ്വർഗത്തിലെ കള്ളെന്ന് ഖുർആൻ. സ്വർഗത്തിലെ കള്ളിന്റെ പ്രത്യേകത അതാണ്, നല്ല ആനന്ദമാണ്, ബുദ്ധിക്കൊരു കുഴപ്പം വരൂല. ദുനിയാവിലെ കള്ളാണെങ്കിൽ കുറച്ച് കുടിക്കുമ്പോഴേക്ക്, ആദ്യമെല്ലാം കുടിക്കുമ്പോൾ ചെറിയ തലവേദന വരും, ഇല്ലേ? പിന്നെ ഇങ്ങനെല്ലാം ആക്കുന്നുണ്ട്. ഇല്ല, ചിലപ്പോ മൂപ്പരായിരിക്കും ഏറ്റവും കൂടുതൽ തലവേദന വന്ന ആള്. ഓക്കെ, ആദ്യമൊക്കെ ചെറിയൊരു തലവേദന വരും, പിന്നെയോ ഛർദി വരും, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുപോലെ ബുദ്ധിക്ക് കുഴപ്പം വരും. വർത്തമാനം പറയുമ്പോൾ അങ്ങനെ ശരിയാവത്തില്ല, നടക്കാൻ കഴിയാത്ത അവസ്ഥ വരും, ചുരുണ്ട് കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരും. ഇങ്ങനെ ഒരുപാട് തകരാറുകളാണ് ഈ ദുനിയാവിലുള്ള കള്ളിന്റെ വിഷയമെങ്കിലോ സ്വർഗത്തിലെ കള്ളിനെ കുറിച്ചറിയോ? അത് ബുദ്ധിക്ക് കുഴപ്പം വരുത്തൂല, മസ്താവുകയില്ല, ലഹരി ബാധിക്കുകയില്ല, ഒരു പ്രയാസവുമില്ല. എത്ര കുടിച്ചാലും ഛർദി വരൂല, എത്ര കുടിച്ചാലും ക്ഷീണം വരൂല. ഞാനിതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ, അതായത് ചെറുപ്പക്കാരെ ക്ലാസ്സിൽ പറഞ്ഞു, സ്വർഗത്തിലെ കള്ളു കുടിച്ചാൽ ലഹരിയും വരൂല, പൂസാവൂല, ഒരു കുഴപ്പമില്ല. അപ്പൊ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു ചങ്ങാതി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, ഇതൊന്നും ആവുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ കുടിക്കുന്നു. ചങ്ങാതി, ഇതൊന്നും ആവൂല്ലെങ്കിലും നിനക്ക് അതിൻ്റെ ഒക്കെ സുഖം കിട്ടും. കുടിക്കുന്നവർക്ക് വല്ലാത്ത സുഖം കിട്ടുന്ന ഒന്നാണ് സ്വർഗത്തിലുള്ള കള്ള്. സ്വർഗത്തിലെ കള്ളിന്റെ പുഴ തന്നെ ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ അത്രമാത്രമാണ് സ്വർഗത്തിലുള്ള സൗകര്യങ്ങളോ. എന്തെല്ലാം സൗകര്യങ്ങളാണ്! ഇനി കേൾക്കണോ? നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ. അവിടെ നമുക്ക് നല്ല തരുണീ മണികളുണ്ടാകും. എന്നാൽ അവിടുത്തെ ഹൂറുല്ലീങ്ങൾ അവരൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ആ പരിസരമാകെ വെട്ടിത്തിളങ്ങുന്നതാണ്. അത്ര മനോഹരമായ ഹൂറുല്ലീങ്ങൾ ഉണ്ടാകും. മാത്രല്ല, അവിടെ മനുഷ്യന്മാർക്ക് 300 മനുഷ്യന്മാരുടെ കരുത്താണ്. 100 മനുഷ്യന്മാർ ഒരേ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്രമാത്രം പവർ അവർക്കുണ്ടോ അത്രയും പവറാണ് ഒരൊറ്റ മനുഷ്യൻ അല്ലാഹു നൽകുക. ഒരാൾക്ക് 100 ആളുടെ പവർ നൽകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹിച്ചത് കിട്ടും. അതാണ് സ്വർഗം. മാത്രല്ല, നാളെ ഹൂർലിങ്ങളെക്കാൾ സുന്ദരികളായ ആളുകൾ നാളെ സ്വർഗലോകത്തുണ്ട്. അവരാരാണെന്നറിയോ? അവർ നമ്മളുടെ ഭാര്യയാണ്. ഭാര്യ സ്വർഗത്തില. മുമ്പൊരു ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും വരും. അപ്പൊ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പിന്നെന്തിനാ ഞാൻ പോകുന്നത്?
നീ വരുന്നുണ്ട് പിന്നെ എന്തിനാ ഞാൻ പോകുന്നതെന്നാ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നല്ല ഭാര്യയും നല്ല ഭർത്താവുമാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ ഭർത്താവാകെ അത്ഭുതപ്പെട്ടു പോകും. എന്ന് വച്ചാൽ 1000 സ്വർഗ സ്ത്രീകളെക്കാൾ മധുമനോഹരമായ അംഗലാവണ്യങ്ങൾ നൽകിയിട്ടോ ഈ പെണ്ണിന്റെ സൗന്ദര്യം ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മൂമിനത്തായ പെണ്ണിന്റെ പ്രത്യേകതയാണ്. വയസ്സായ ഉമ്മാമ മരിച്ച് ദിക്റൊക്കെ ചൊല്ലിയിട്ടാ മരിച്ചതെന്ന് സങ്കല്പിക്കുക. ആ പെണ്ണ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പെണ്ണിന്റെ വയസ്സെത്രയാണ്? 33 കവിയണ്ട. 33 വയസ്സായിരിക്കും. അതുകൊണ്ടല്ലേ ഒരു ഉമ്മാമ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ ഞാൻ സ്വർഗത്തിൽ പോവോ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഉമ്മാമ്മമാരൊന്നും സ്വർഗത്തിൽ പോകൂല. അപ്പൊ ആ ഉമ്മാമ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിയാ പറയുന്നത്, ഉമ്മാമ്മമാര് സ്വർഗത്തിൽ പോകൂല. ആ പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങി. കരയുമ്പോ റസൂലുള്ള പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഉമ്മാമ കരയണ്ട, നിങ്ങൾ ഉമ്മാമയാണ്, ഉമ്മാമയായിട്ട് ഇനി മരിക്കും. അങ്ങനെ മരിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക്, നിങ്ങൾ പരലോകത്തെത്തുമ്പോ സ്വർഗത്തിൽ പോകേണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് 33 ആയിരിക്കും. നിങ്ങൾ ഉമ്മാമയല്ല, നിങ്ങൾ യുവതിയായിട്ടാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മുടി പോലും നരച്ചിട്ടുണ്ടാവൂല. നല്ല അഴകാർന്ന കർക്കൂന്തലായിരിക്കും. മാത്രല്ല നമ്മുടെ ശരീരത്തിൽ 3 സ്ഥലത്തെ രോമങ്ങൾ ഉണ്ടാവും. 3 സ്ഥലത്തെ രോമങ്ങൾ ഉണ്ടാകും. 1 തലമുടി, 2 പുരികം, 3 ഹിമമുടി. പിന്നെയോ മീശയുണ്ടാ സ്വർഗത്തിൽ പോകുമ്പോ? ഇല്ല. താടിയുണ്ടോ? ഇല്ല. കക്ഷരോമമുണ്ടോ? ഇല്ല. ഗുഹ്യരോമമുണ്ടോ? ഇല്ല. നിന്റെ നെഞ്ചിന്റെ ഭാഗത്തു രോമമുണ്ടോ? ഇല്ല. നിന്റെ ശരീരത്തിൽ മറ്റൊരു ഭാഗത്തും രോമമില്ല. താടിയും മീശയൊന്നും ഉണ്ടാവൂല. അപ്പൊ ഒരു സൽമാൻ ഖാൻ ലുക്കിൽ ഇങ്ങനെ പോവാ. എന്ന് വെച്ച് നല്ല മൊഞ്ചനായിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പിന്നെ വേറൊന്നുണ്ട്, സ്വർഗത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടുമല്ലോ. അങ്ങനെ ആഗ്രഹിച്ച് കൊല്ലങ്ങൾ കുറേ കഴിയും, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിയും. അപ്പൊ ഈ ആഗ്രഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചിന്തിക്കും, പടച്ചോനെ ഇനി എന്താ ആഗ്രഹിക്കാം? കാരണം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടാം. അങ്ങനെ ഇനി എന്താ ആഗ്രഹിക്കുന്ന കരുതി ചിന്തിക്കുമ്പോ ആയിരിക്കും അല്ലാഹു തആല ഓരോ സാധനങ്ങൾ പുതിയ ഐറ്റംസ് തരുന്നത്. സംഭവം എന്താ അറിയോ? ദുനിയാവെന്ന് ആഗ്രഹിച്ചു പക്ഷെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വർഗത്തുനിന്ന് അല്ലാഹു തരുമത്രേ. ദുനിയാവെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത സാധനങ്ങൾ സ്വർഗത്തിൽ നിന്ന് തരുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ആക്റ്റീവ് എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നല്ലൊരു ഇന്നോവ കാറിന്, ഒരു BMW ഒരു ഇന്നോവ കാർ ഞാൻ കണ്ടപ്പോ ഞാൻ കരുതി, പടച്ചോനെ അതുപോലത്തെ ഒരു ഇന്നോവ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ട് അങ്ങ് പോയി. എനിക്ക് മരിക്കുന്നത് വരെ ഒരു ഇന്നോവ കാർ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങ് മരിച്ചു. സ്വർഗത്തിലെത്തി നീ ഒരുപാട് ആഗ്രഹിച്ച് ലാസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ. അപ്പൊ അല്ലാഹു തആല കാണാൻ ഒരു ഇന്നോവ കാർ തരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതെന്താ പടച്ചോനെ ഇന്നോവ? അതൊന്നും പറഞ്ഞാൽ പറ്റൂല, നീ കയറി ഓടിച്ചോ. അപ്പോ അത് പണ്ട് നീ ആഗ്രഹിച്ചതാണ് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ പറയും, അത് എനിക്കിപ്പം വേണ്ട. അല്ല പറയും, നീ ഒന്നും പറഞ്ഞാൽ പറ്റൂല, ഒന്ന് ഓടിച്ചു നോക്ക്. എന്ന് വെച്ചാൽ ദുനിയാവെന്ന് ആഗ്രഹിച്ചത് പരലോകത്ത് കിട്ടും. ഇപ്പൊ നല്ല അടിപൊളി പുതിയ സിനിമകളൊക്കെ ഇറങ്ങും. ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ഭയങ്കര കൊതിയുണ്ടാവും, പടച്ചോനെ ഒന്ന് കാണണം അല്ലെ? കോടികൾ ചെലവഴിച്ചിട്ട് ചില സിനിമകളൊക്കെ ഇറങ്ങുമ്പോ ചില നിസ്കരിക്കുന്ന യുവാക്കളെ മനസ്സിലുണ്ടാകും, ഞാൻ ഒന്ന് കാണാം. പക്ഷെ കാണാൻ ഇപ്പൊ പരസ്യമായിട്ട് ടാക്സി പോയിട്ട് കാണാനും കഴിയില്ല. കാരണം ഞാൻ SKSFന്റെ സെക്രട്ടറി ആയി പോയി. ഇവിടുത്തെ സെക്രട്ടറി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഞാൻ SKSFന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയി പോയി. അതുകൊണ്ട് എനിക്ക് അങ്ങ് പരസ്യമായിട്ട് കാണാനും കഴിയില്ല എന്ന് കരുതി. അതുപോലെ തന്നെ ഇനി അള്ളാനെ പേടിച്ചിട്ട് കാണാതെ നിന്നും അയാളത് കണ്ടില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് മരിച്ചു സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അല്ലാഹു തആല നിനക്ക് അവിടെ ഒരു തിയേറ്ററിന്റെ സൗകര്യം ചെയ്തു തരും. ഇത് നീ കാണാത്ത ആ സിനിമ നിനക്ക് സ്വർഗത്തിലിരുന്ന് കാണാം. എന്താ കഴിയൂലേ? സംശയം ഉണ്ടാ? ആഗ്രഹിച്ചത് കിട്ടുന്ന സ്ഥലം. ദുനിയാവെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ നാളെ സ്വർഗത്തിൽ നിന്നൊക്കെ ലഭിക്കും അത്രേ. നീ റോഡിലൂടെ, ബല്ലാക്കടപ്പുറത്തിന്റെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാണാം റോഡ് സൈഡിൽ നല്ല സുന്ദരിയായ മൊഞ്ചത്തിയായ ഒരു പെണ്ണ്. ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ നീ അത്ഭുതപ്പെട്ടു പോയി, ഭയങ്കര സ്റ്റൈല്. പക്ഷെ ഇനി നോക്കാൻ പറ്റൂല. ഒരു തവണ കണ്ട കുഴപ്പമില്ല എന്നല്ലേ, രണ്ടാമത്തെ തവണ പിന്നെ നോക്കാൻ പറ്റൂല. അത് കുറ്റാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് നോക്കാതിരുന്നു. എന്നാലും മനസ്സിലൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്, പടച്ചോനെ ഇങ്ങനത്തെ പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന്.
എന്ന്. അതും കരുതി അവനങ്ങ് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി മുസ്ലിമായിട്ട് മരിച്ചു. നാളെ പരലോകത്തെ കാണാൻ അതേ പെണ്ണിനെ അള്ളാഹു കൊടുക്കുന്നു. ദുനിയാവെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത സാധനങ്ങൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ വിചാരിക്കും ഇൻഷാ അല്ലാഹ് നാളെ നേരം വെളുക്കിട്ടും. എന്തിന്? ഇനി കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും നോക്കണം. എന്താ ഈടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ആടുന്ന് കിട്ടുമല്ല ചങ്ങാതി. അങ്ങനെയല്ല നോക്കാൻ നിന്ന് നീ അവിടെ എത്തന്നെയില്ല. പിന്നല്ലേ കിട്ടല്? പിന്നെ നിനക്ക് സ്വർഗത്തിലെ പോവാൻ കഴിയില്ല, നരകത്തിലേക്കാ പോവാൻ കഴിയും. ഇത് മുഅ്മിനീങ്ങളുടെ അവസ്ഥയാ പറയുന്നത്. ഇനിയോ ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ചില കൊട്ടാരങ്ങളും വീടുകളും നിർമ്മിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ സ്വർഗത്തിൽ വീട് നിർമ്മിക്കാനുള്ള വഴികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന്. എന്നാൽ സ്വർഗത്തിൽ അല്ലാഹു തആല വീട് നിർമ്മിച്ചതെങ്ങനെയാ? സ്വർഗത്തിലുള്ള കൊട്ടാരം നിർമ്മിച്ചതെങ്ങനെയാണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഹദ്ദിസ്നാ അനിൽ ജന്ന, നബിയെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറയുകയാണ്, മാ ബിനാഉഹാ, ആ സ്വർഗത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ എങ്ങനെയാണെന്നറിയോ? എന്ത് കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ കെട്ടിടങ്ങളെ നിർമ്മിച്ചതെന്നറിയോ? ലബീനതു ദഹബി വലബീനതു ഫില്ല, ലബീനതു ദഹബി വലബീനതു ഫില്ല. സ്വർഗത്തിലുള്ള വീടുകൾ എങ്ങനെയാ നിർമ്മിച്ചതെന്നറിയോ? ഒരു കല്ല് സ്വർണമാണെങ്കിൽ മറ്റൊരു കല്ല് വെള്ളിയാ, പിന്നീട് വരുന്ന കല്ല് സ്വർണമാ, പിന്നത്തേത് വെള്ളിയാ, പിന്നത്തേത് സ്വർണമാ. ഒരു കല്ല് സ്വർണം മറ്റൊരു കല്ല് വെള്ളിയാ. അങ്ങനെയാണ് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ചിന്തിച്ചോക്കെ, ഒരു കല്ല് സ്വർണം, പിന്നത്തെ വെള്ളി, പിന്നെ സ്വർണം, പിന്നെ വെള്ളി, പിന്നെ സ്വർണം, പിന്നെ വെള്ളി. ഇങ്ങനെ ആ സ്വർഗത്തിലുള്ള വീടുകളും കൊട്ടാരങ്ങളും ഭവനങ്ങളും നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ആ സ്വർഗത്തിലെ ആ സ്വർണവും വെള്ളിയുമാകുന്ന ഇഷ്ടികകള് അവകളെ ഉറപ്പിച്ചു നിർത്താനുള്ള സിമന്റ് എന്താണെന്നറിയോ? അത് കസ്തൂരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, കസ്തൂരിക്കൊരു പ്രത്യേകതയുണ്ടോ? അതൊരു വല്ലാത്ത സുഗന്ധമാ. ഇനിയോ സ്വർഗത്തിലെ ചരൽ കല്ലുകളുണ്ട്. നമ്മൾ ദുനിയാവിലുണ്ടല്ലോ ചരൽ കല്ലുകൾ ഭൂമിയുടെ മുകളിൽ, ഇതുപോലെയുള്ള ചരൽ കല്ലുകൾ നാളെ സ്വർഗത്തിലുണ്ടത്രേ. പക്ഷെ സ്വർഗത്തിലുള്ള ചരൽ കല്ലുകൾ ഏതാണ്? മുത്തും മാണിക്യവുമാണ് സ്വർഗത്തിലെ ചരൽ കല്ലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അതിലൂടെ നടന്നങ്ങ് നീങ്ങുമ്പോ നമ്മൾ എവിടെയാ ചവിട്ടുന്നതെന്നറിയോ? ആ സ്വർഗത്തിലുള്ള മുത്തും മാണിക്യത്തിന്റെയും മുകളിൽ ചവിട്ടിയിട്ടാ നമ്മൾ നടക്കുക. അല്ലാ അല്ലാ, സ്വർഗത്തിലെ മാണിക്യങ്ങളെ ചവിട്ടിയിട്ട് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഇനിയോ സ്വർഗത്തിലും മണ്ണുണ്ട്, ദുനിയാവിലും മണ്ണുണ്ടല്ലോ, അതുപോലെ സ്വർഗത്തിലും മണ്ണുണ്ട്. സ്വർഗത്തിലുള്ള മണ്ണെന്താണെന്നറിയോ? അത് സഅഫറാനാണ്, അഥവാ കുങ്കുമമാ. കുങ്കുമം ഏതായി കുങ്കുമം? ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലുള്ള ഭാര്യ ഗർഭിണിയായ സമയത്ത്, അപ്പോ ഇവൻ പോയതിനു ശേഷമല്ല, പോകുന്നതിന് മുമ്പേ ഗർഭിണിയായ സമയത്ത് ഭർത്താവ് ചിലപ്പോ കൊടുത്താക്കും കുങ്കുമം. എന്തിനാ? ഗർഭിണി പാലിൽ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല മൊഞ്ചുണ്ടാവും അത്രേ. ആയിക്കോട്ടെ, എന്നാ അതിനേക്കാൾ ഒറിജിനൽ കുങ്കുമമാണ് സ്വർഗത്തിലെ മണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്.
ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. ആ സ്വർഗമാണ് നമുക്ക് സമ്പാദിക്കാനുള്ളത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച സ്വർഗ വീടുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ആ സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിന് ചില വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, നരകത്തിന് 7 വാതിലുകളുമുണ്ട്. സ്വർഗത്തിന് 8, നരകത്തിന് 7. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കാം, ആള് കൂടുതൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ? മനസ്സിലാകുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആള് കൂടുന്നത് സ്വർഗത്തിലാണോ നരകത്തിലാണോ? നരകത്തിൽ. അപ്പൊ പിന്നെ വാതിൽ കൂടേണ്ടത് സ്വർഗത്തിനാണോ നരകത്തിനാണോ? ആള് കൂടുതൽ പോകാനുള്ളിടത്തല്ലേ വാതിൽ കൂടേണ്ടത്. എന്നാൽ സത്യത്തിൽ ഇവിടെ വാതിൽ കൂടിയിട്ടുള്ളത് സ്വർഗത്തിനാ. എന്നാൽ സ്വർഗത്തിൽ എത്ര ആളാ പോവാ കേട്ടോ? 1001 ആളിൽ 1000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ ഒരാൾ മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ഖദീജ ചിന്തിക്കുന്നുണ്ടാവും, പഠിച്ചോനെ ഈ ബല്ലാക്കടപ്പുറത്ത് 1000 ആളുകൾ നരകത്തിൽ പോകുമ്പോൾ ഒരാളെ സ്വർഗത്തിൽ പോകും. ബല്ലാക്കടപ്പുറത്തിന്റെ അവസ്ഥയല്ല. ദുനിയാവുണ്ടായ അന്ന് മുതൽ അവസാനിക്കുന്ന അന്ന് വരെ ആരൊക്കെ മനുഷ്യനായി പിറന്നു വീണോ, മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും, മതമുള്ളവനും മതമില്ലാത്തവനും, ഇങ്ങനെയൊക്കെ എല്ലാം കൂട്ടിയിട്ട് അതിൽ ഒരു ആവറേജ്, ഒരു ശരാശരി പറയാൻ, അഥവാ 1000 ആളുകൾ നരകത്തിൽ പോകുമ്പോൾ ഒരാളെ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പം സ്വർഗത്തിന്റെ 1000 ഇരട്ടി ആളുകളാണ് നരകത്തിലുള്ളത്. പക്ഷെ നരകത്തിന്റെ വാതിലിന്റെ എണ്ണം 7 മാത്രമാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ എണ്ണം 8 എണ്ണമാണ്. എന്തേ കാരണം? നരകത്തിൽ പോകുന്ന ആളല്ലേ, അവരങ്ങനെയെല്ലാം പോയാൽ മതി, തിക്കും തിരക്കും പോയാൽ മതി. സ്വർഗത്തിൽ പോകുന്ന ആളോ അവര് സന്തോഷത്തോടെ വിശാലമായിട്ട് പോകണം. അതിനുകൊണ്ട് 8 വാതിലുകൾ അല്ലാഹു സ്വർഗത്തിന് നൽകിയത്. മാത്രമല്ല, സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി എത്രയാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, 3 വർഷം തുടരെ നടന്നാൽ പോലും സ്വർഗത്തിന്റെ വാതിൽ വിട്ട് കടക്കാൻ കഴിയൂലാന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. 3 വർഷം ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ എവിടം വരെ എത്തുമോ അത്രയും വീതിയാണ് സ്വർഗത്തിന്റെ വാതിലുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ദ്വാരക്കാൻ തോന്നുന്നില്ലേ? അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഇനിയോ ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ നമുക്ക് പാറിപ്പറന്നു പോകണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു വാതിലിലൂടെയെങ്കിലും സ്വർഗത്തിലെത്തിയാൽ മതി എന്നാ. ഈ വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ ഹൽ യുദ്ആ അഹദും മിൻഹാ, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും ആരെങ്കിലും വിളിക്കപ്പെടുമോ എന്നോ, സ്വർഗത്തിലെ 8 വാതിലുകളിലൂടെയും ആർക്കെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി എന്താ മറുപടി പറഞ്ഞത്? വ അർജു അൻ തകൂന മിൻഹും, നീ അവരിൽ പെട്ടവരാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ അബൂബക്കർ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും കടന്നു പോകുന്ന ചില ആളുകളുണ്ട്. അവരിൽ പെട്ടവരാണ് അബൂബക്കറേ താങ്കളുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. ഇനിയോ ആ വാതിൽ 8 വാതിലുകളും 8 വ്യത്യസ്തമായ ആളുകൾക്കാണ്. നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്, നോമ്പെടുക്കുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന വാതിലുണ്ട് സ്വർഗത്തിൽ പോവാനെന്ന്. അതേപോലെ ഈ കൂട്ടത്തിൽ പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവര് ഉണ്ടെന്നൊന്നും ഇപ്പം പറയണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരാം. സ്വർഗത്തിലൊരു വാതിലുണ്ടോ, ആ വാതിലിലൂടെ പാവപ്പെട്ടവർ മാത്രമേ കടന്നു പോവുകയുള്ളൂ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്, അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വ അമിത്നി മിസ്കീനാ
വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ നീ എന്നെ മിസ്കീനാക്കണേ അല്ലാ, നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ അല്ലാ, നീ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ അല്ലാ. നാളെ ഖിയാമത്ത് നാളിൽ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്. ആയിഷ ബീവി ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത് എന്ന്. അന്നേ അവരുടെ മുന്നിൽ നിന്ന് അവരുടെ നേതാവായിട്ട് ആദ്യമായി ആ വാതിലിലൂടെ കടന്നു പോകുന്നവരാരാണെന്നറിയോ? അത് പാവപ്പെട്ടവരുടെ നേതാവ്, ഒരുപാട് കഷ്ടനഷ്ട യാതന വേദനകൾ അനുഭവിച്ച പ്രവാചകൻ ബഹുമാനപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ വാതിലൂടെ ആദ്യമായി കടന്നു പോവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവർക്ക് മാത്രം പോവാനൊരു വാതിലുണ്ട്. അങ്ങനെ ഒരുപാട് വാതിലുകൾ. അതിൽ മറ്റൊരു വാതിലുണ്ട്. അത് ആർക്കുള്ളതാണെന്നറിയോ? പറയാം. ആ വാതിലും ആ വാതിലിലൂടെ പോയവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്. അതാർക്കാണ്? നമ്മളെ വിഷയം തന്നെ അതാണ്. സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കാനുള്ള വഴിയാണ്. ഒരു 5 വഴികൾ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയും. അത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ വീട് നിർമ്മിക്കാനും ആ വാതിലൂടെ കടന്നു പോയവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ടെന്നുമെന്നാണ്. ഏതാണ് ആ വാതിലെന്നറിയോ? ആർക്കാണ് ആ വാതിലെന്നറിയോ? നാളെ പരലോകത്ത് ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹ്ശറാവൻ സഭയിലോ കോടാനുകോടി മനുഷ്യന്മാര് പാരാപാരം പോലെ പരന്നു കിടക്കുമ്പോ അല്ലാഹു തആലയുടെ അനുഗ്രഹത്തിന്റെ ചില മലക്കുകൾ അങ്ങ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർ വിളിച്ചു ചോദിക്കുമത്രേ, ഐനല്ലദീന യുദീമൂന അലാ സ്വലാത്തിൽ ദുഹാ. ആ മഹ്ശറയിൽ ഇറങ്ങി വന്ന മലക്കുകൾ ചോദിക്കുകയാ, എവിടെയാണ് പതിവായി ദുഹാ നമസ്കരിക്കുന്ന ആളുകളോ? ഈ കൂട്ടത്തിൽ ദുഹാ നമസ്കാരം പതിവായി നിസ്കരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരൊന്ന് മാറി നിൽക്കോ. ഇത് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പതിവായി ദുഹാ നമസ്കരിക്കുന്ന ആളുകളോ അവരങ്ങ് മാറി നിൽക്കുന്നു. ആ സമയത്ത് പതിവായി ദുഹാ നമസ്കരിക്കുന്ന ആളുകൾ മാറി നിന്നപ്പോ അവരോടായിട്ട് മലക്കുകൾ പറയുകയാണ്, ഹാദാ ബാബുക്കും, അതാ അത് കണ്ടോ, അവിടെ ഒരു വാതില് കണ്ടോ, അത് നിങ്ങളുടെ വാതിലാണ്. ഫദ്ഖുലൂഹാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണം അതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഈ മലക്കുകൾ പതിവായി ദുഹാ നമസ്കരിക്കുന്ന ആളുകളോട് നാളെ പരലോകത്ത് വെച്ച് പറയുമത്രേ. എന്ന് വെച്ചാൽ പതിവായി ദുഹാ നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പ്രത്യേക വാതിലുകളുണ്ടോ? ആ വാതിലൂടെ കടന്നു ചെന്നാലോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, മൻ സല്ലല്ലാഹു അർബഅ, ആരെങ്കിലും പതിവായി 4 റക്അത്ത് വീതം ദുഹാ നമസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പതിവായി ദുഹാ നമസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? മനസ്സുകൊണ്ട് മറുപടി പറ. ഇന്ന് ദുഹാ നിസ്കരിച്ചവരുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ വലിയ ഫർള് നമസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണാണ്, നീ വലിയ സിക്റും സ്വലാത്തും ചൊല്ലുന്ന പെണ്ണാണ്, ശരി. പക്ഷെ ചോദിക്കുകയാണ്, മനസ്സുകൊണ്ട് നീ മറുപടി പറയണേ പെങ്ങളെ, നീ പതിവായി ദുഹാ നിസ്കരിക്കലുണ്ടോ? ദുഹാ നിസ്കരിക്കലുണ്ടോ? നമ്മള് 4 റക്അത്ത് ദുഹാ നിസ്കരിച്ച സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കലുണ്ടാ? എപ്പോഴാ ദുഹാ നിസ്കാരത്തിന്റെ സമയം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. മഗ്രിബിന് ശേഷമാണോ ഇശാക്ക് ശേഷമാണോ? മഗ്രിബിന് ശേഷം അല്ലേ? അല്ല, ഇശാക്ക് ശേഷം അല്ലേ? ദുഹാ നമസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്?
സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ളുഹാ നമസ്കാരത്തിന്റെ സമയമായി. ഏതുവരെയുണ്ട്? ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ് വരെയുണ്ട്. എന്ന് വെച്ചാൽ വിശാലമായ സമയമുണ്ട് ളുഹാ നിസ്കരിക്കാൻ. ഒരു 4 റക്അത്ത് പതിവായി നീ ളുഹാ നിസ്കരിച്ചാൽ നിനക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടെന്ന് പറഞ്ഞതാരാ? ജീവിതത്തിൽ ഒരു തവണ പോലും കളവ് പറയാത്ത, പൊളിവാക്ക് പറയാത്ത, പുലഭ്യം പറയാത്ത ലോകത്തിന്റെ മുത്തായ മുത്തൊളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കണേ ളുഹാ നിസ്കാരം. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ളുഹ്റന്നെ നിസ്കരിക്കില്ല, പിന്നല്ലേ ളുഹാ. ചങ്ങാതി, നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. അതിൽ തമാശയും കളയൊന്നും പാടില്ല. നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന ഒരു സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിൽ പ്രധാനപ്പെട്ട 2-3 ആയത്തുകളുണ്ട്. അഥവാ നമുക്ക് അറിയുന്ന ആയത്തുകളാണ്. ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. നമുക്ക് അർത്ഥമൊക്കെ അറിയുന്ന വിഷയം. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. എന്ത് നരകം? വൈലെന്ന നരകമുണ്ട്. എങ്ങനെ നിസ്കരിക്കുന്നവർ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകൾ, അവർക്ക് വൈലെന്ന നരകമുണ്ട്. എന്താ ഈ വൈലെന്ന നരകം? എന്താ ഈ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാവല്? രണ്ടും ശരിക്കും കേൾക്കണം നമ്മൾ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാവുക എന്ന് പറഞ്ഞാൽ അവരാരാൻ? വൈലെന്ന നരകമെന്ന് പറഞ്ഞാൽ എന്താണ്? വൈലെന്ന നരകമെന്ന് പറഞ്ഞാൽ കാതുള്ളവരെ കേൾക്കണേ. വൈലെന്ന നരകത്തെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, നരകത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഒരു ഭാഗമാണ് വൈലെന്ന നരകം. ആ വൈലെന്ന നരകത്തിലേക്ക് ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങളെയും പാറകളെയും വെച്ച് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ആ പാറകളും പർവ്വതങ്ങളും ഉരുകിപ്പോകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഈ ഭൂമിയിലുള്ള ഉറച്ച പാറകളും പർവ്വതങ്ങളും നിമിഷാർദ്രങ്ങളെ കൊണ്ട് ഉരുകിപ്പോകാൻ മാത്രം കഠിനകഠോരമായ ചൂടാണ് വൈലെന്ന നരകത്തിന്റെ ചൂടെങ്കിലും ആ വൈലെന്ന നരകമാർക്കാ? നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ നിസ്കാരക്കാർക്കാണ്, നിസ്കരിക്കാത്ത ആളുകൾക്കല്ല. പിന്നെയോ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ നിസ്കരിക്കുന്ന ആളുകളാണ്. എന്ന് വച്ചാൽ സമയത്തിന് നിസ്കരിക്കാത്ത ആളുകള്. ഇപ്പൊ മനസ്സിലായ? സമയത്തിന് നിസ്കരിക്കാത്ത ആളുകളാരോ അവർക്കാണ് വൈലെന്ന നരകമുള്ളത്. അഥവാ ഇശാഇന്റെ സമയത്ത് മഗ്രിബ് നിസ്കരിക്കുന്നു, മഗ്രിബിന്റെ സമയത്ത് അസ്ർ നിസ്കരിക്കുന്നു, അസ്റിന്റെ സമയത്ത് ളുഹ്ർ നിസ്കരിക്കുന്നു. നിസ്കാരം ഖളാ ആക്കുന്നവരില്ലേ, അവർക്കാണ് വൈലെന്ന നരകമുള്ളത്. അതുകൊണ്ട് ഖളാ ആക്കണ്ട. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കണം. നിങ്ങൾ അറിയോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ അനിഷേധ്യനായ കർമ്മോത്സുകനായ പണ്ഡിതവരേണ്യരാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ നേതാവാണ്. ഏതായി സമസ്ത? അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് കടലേ നീ അടങ്ങുന്നു പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടിയെ പോലെ കടലടങ്ങിയ കറാമത്തിന്റെ ഉടമയായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്റെ പരിപാവനമായ ഇരുകരങ്ങളും മേൽപോട്ട് ഉയർത്തിയിട്ട് രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗനിയന്താവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാ. അല്ലാഹുവേ, ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തെ നീ മഹദ് ഇമാമിന്റെ കരങ്ങളിൽ എത്തിക്കണയല്ലോ എന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള അഗ്രേസരരായ സൂഫി നഭോമണ്ഡലത്തിലെ താരകങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നിറകണ്ണുകളോട് ഒളിച്ചെറുങ്ങുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ആമീൻ പറഞ്ഞതെങ്കിലും ആ പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പണ്ഡിതന് ആ കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിലും ആ 26 വയസ്സുള്ള
വയസ്സുള്ള പണ്ഡിതന്റെ പേരാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. ആ കണ്ണിയത്ത് ഉസ്താദ് നമസ്കാരത്തിന്റെ കാര്യം എത്ര വലിയ ഗൗരവത്തോടെയാ കണ്ടതെന്നറിയോ? കണ്ണിയത്ത് ഉസ്താദ് ഒരു പരിപാടിക്ക് കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഒരു കൂട്ടര് വന്നു. കാർ ഡ്രൈവർ കാറുമായിട്ട് വന്നു. അസ്ർ നമസ്കാരത്തിന് ശേഷമാ, അസ്റിന് ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ കാറിലേക്ക് കയറുകയും അങ്ങനെ കാറ് നേരെ ആ പരിപാടിയുടെ സ്ഥലത്തേക്ക് ചേറിപ്പായുന്ന വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാ. അതിനിടയിൽ കണ്ണിയത്ത് ഉസ്താദ് പിൻസീറ്റിലിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഡ്രൈവറെ നിങ്ങൾ അസ്ർ നിസ്കരിച്ചോ എന്ന്. ഡ്രൈവർ പറയുകയാ, ഇല്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എങ്കിൽ നീ വണ്ടി നിർത്ത്, പോയി നിസ്കരിച്ചിട്ട് വാ എന്ന്. ഡ്രൈവർ പറയുന്നു, ഉസ്താദേ സ്ഥലം ഇപ്പോൾ എത്താനായല്ലോ, നിസ്കാരം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ നമ്മൾ അവിടെ എത്തും, ഞാൻ അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ പോരെ? അവിടെ ഇപ്പോൾ എത്തുമല്ലോ, നിസ്കരിക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ, അതുകൊണ്ട് പരിപാടിയുടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഞാൻ നിസ്കരിച്ചാൽ പോരെ ഉസ്താദേ എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറയുകയാ, പറ്റൂല പറ്റൂല, നീ വണ്ടി നിർത്തിക്കോ, എന്നിട്ട് പോയിട്ട് നിസ്കരിച്ചിട്ട് വാ. ഡ്രൈവർ പറയുകയാണ്, ഉസ്താദ് ഇവിടെ അടുത്തൊന്നും പള്ളിയില്ല, കുറെ നടക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കാർ എടുത്തിട്ട് തന്നെ പോകാമെന്ന്. ഉസ്താദ് പറഞ്ഞു, പറ്റൂല പറ്റൂല, നീ ഇനി കാർ ഓടിക്കരുത്, എന്നെയും കൊണ്ട് നീ കാറുമായി പോകരുത്. എവിടെയാണോ പള്ളിയുള്ളതെങ്കിൽ അവിടെ പോയി നടന്നിട്ട് നീ നിസ്കരിച്ചിട്ട് വാ. കാരണം നീ കാറുമായിട്ട് പോകുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. കാരണം നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പോകുന്ന ഒരു കാരണം പറഞ്ഞിട്ട് നീ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഞാനാ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് പോയിട്ട് നിസ്കരിച്ചിട്ട് വാ, നീ വരുന്നത് വരെ ഞാൻ ഇവിടെ നിന്നെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞവരാ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദെങ്കിലോ അതുപോലെയുള്ള പണ്ഡിതന്മാര്, സൂഫി ചക്രവർത്തിമാര്, അവരൊക്കെ നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തോടെ കണ്ടവരാ. ഫർള് നമസ്കാരം മാത്രമല്ല, സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലും ജാഗ്രത കാണിച്ചവരാ. നമ്മൾ അറിയില്ലേ, ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞു പോയവരല്ലേ, കർമ്മശാസ്ത്രത്തിലെ അവസാനത്തെ വാക്കല്ലേ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്. ആ ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഹുദ അറബി കോളേജിലെ പ്രിൻസിപ്പാളല്ലേ. ആ ദാറുൽ ഹുദ അറബി കോളേജിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആബിദ് ഹുദവി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബഹുമാനപ്പെട്ടവര് അന്ന് രാത്രി സമയത്തോ മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും എന്നിട്ട് തന്റെ റൂമിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ റൂമിന്റെ വാതിലിലേക്ക് എത്തി നോക്കുകയാ. ആ സമയത്ത് വാതിൽ അല്പം തുറന്നിരിക്കുന്നുണ്ട്. ഈ അവിടെ പഠിക്കുന്ന ആ വിദ്യാർത്ഥി നേരെ ചെറുശ്ശേരി ഉസ്താദിന്റെ ആ പാതി തുറന്ന വാതിലിന്റെ അരികിലേക്ക് വരികയാ. ആ പാതിരാ നേരത്ത് ചെറുശ്ശേരി ഉസ്താദിന്റെ വാതിൽ എന്തിനാ തുറന്നതെന്നറിയാൻ ആ പാതി തുറന്ന വാതിലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോ അവിടെ കാണുന്നതെന്താണ്? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് സുജൂദ് ചെയ്യുന്നു. അതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായ പണ്ഡിതവരണ്യരായ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പാതിരാ നേരത്ത് സുജൂദ് ചെയ്യുന്ന രംഗമാണ് ആ വിദ്യാർത്ഥി കാണുന്നത്. ആ വിദ്യാർത്ഥി ഒരുപാട് സമയം അതങ്ങ് നോക്കി നിൽക്കുകയാ. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. ചെറുശ്ശേരി ഉസ്താദ് തലയുയർത്തുന്നില്ല. ഉസ്താദ് സുജൂദിൽ തന്നെയാണ്. അങ്ങനെ നീണ്ട സുജൂദ് കണ്ടപ്പോ ഈ വിദ്യാർത്ഥിക്ക് വല്ലാത്ത പേടിയായി. ആ ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥി നേരെ തന്റെ റൂമിലേക്ക് പോവുകയാ. എന്നിട്ട് തന്റെ കൂടെയുള്ള കൂട്ടുകാരെ വിളിച്ചു നിർത്തുകയാ. എന്നിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ റൂമിന്റെ പാതി തുറന്ന വാതിലിനരികിലേക്ക് വരികയാ. എന്നിട്ട് നോക്കി നിൽക്കുകയാണ്. ഉസ്താദിന്റെ സുജൂദിലേക്ക് തന്നെ വിദ്യാർത്ഥികൾ നോക്കുന്നു. ഉസ്താദ് സുജൂദിൽ തന്നെ
അങ്ങനെ സമയങ്ങൾ പോയി ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ചെറുശ്ശേരി ഉസ്താദ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പാതിരാ നേരത്ത് പോലും സുന്നത്ത് നമസ്കാരത്തിലായി സുജൂദിലായി 1.5 മണിക്കൂറാണ്. പക്ഷെ ഈ 1.5 മണിക്കൂർ ഈ വിദ്യാർത്ഥികൾ നോക്കാൻ തുടങ്ങിയത് മുതലുള്ള 1.5 മണിക്കൂറാ. അങ്ങനെയാണെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴാണ് സുജൂദ് ചെയ്തിട്ടുണ്ടാവുക? അല്ലാഹു അലം. എത്രയോ മണിക്കൂറുകളോളം സുജൂദിൽ കിടന്ന മഹാന്മാരില്ലേ കഴിഞ്ഞു പോയിട്ടുള്ളതോ? അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ലോകത്തോട് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിക്കാൻ അവർക്ക് സാധ്യമായിട്ടുള്ളതോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഫർള് നമസ്കാരവും സുന്നത്ത് നമസ്കാരവും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അതിൽ പതിവായിട്ട് ദുഹാ നമസ്കാരം 4 റക്അത്ത് വീതം നീ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് പണിത് തരുമെന്ന് പറഞ്ഞു തന്നതാരാണ്? ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ വീട് നിർമ്മിക്കാനുള്ള 5 വഴികളിൽ ഒന്നാമത്തെ വഴിയാണ് 4 റക്അത്ത് ദുഹാ നിസ്കരിക്കാം. ഇത് പറയുമ്പോ 1000 ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ആളുകൾ ഇപ്പോൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടാവും, മരണം വരെ ഞാൻ ഇത് തുടരുമെന്ന്. ദുഹാ നമസ്കാരം അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാഹ്. ആ 10ൽ ആരൊക്കെ ഉണ്ടാവും? അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പതിവായി ദുഹാ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇനി സ്വർഗത്തിൽ വീട് നിർമ്മിക്കാൻ 5 വഴികളിൽ ഒന്നാമത്തെ വഴിയാ ദുഹാ നിസ്കാരം. ഇനി രണ്ടാമത്തെ വഴി പറഞ്ഞു തരാം. അതൊരു ഹദീസാണ്. ആ ഹദീസിൽ 4 കാര്യങ്ങളുണ്ട്. അപ്പൊ 4ഉം ഇപ്പറഞ്ഞ 1ഉം 5. ആ 4 ഓരോന്നായിട്ട് പറയും. അതിനു മുമ്പ് ഒന്ന് ചൊല്ല്. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദീനില്ലാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് രണ്ടാമത്തെ മാർഗം. 5 വഴികൾ പറയും സ്വർഗത്തിൽ വീട് നിർമ്മിക്കും. അതിലേതെങ്കിലും ഒന്നെങ്കിലും പതിവായിട്ട് കൊണ്ട് നടക്കുന്നവർ നമ്മൾ ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫിൽ ജന്നത്തി ഗുർഫ, തീർച്ചയായും സ്വർഗ്ഗത്തിലൊരു റൂമുണ്ട്. സ്വർഗ്ഗത്തിലൊരു റൂമുണ്ട്, ഒരു സൗധമുണ്ട്. എന്താണ് ആ റൂമിന്റെ പ്രത്യേകത? യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിരിഹാ. ആ സ്വർഗ്ഗത്തിലെ ആ റൂമിന്റെ സൗധത്തിന്റെ വീടിന്റെ അകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നു. ആ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്തുള്ള കാഴ്ചകൾ കാണുന്നു. അങ്ങനെയുള്ള സ്ഫടിക സമാനമായ ഒരു റൂം സ്വർഗ്ഗത്തിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, നബിയെ ആർക്കാണ് ആ വീടുള്ളത്? ആ സമയത്ത് റസൂലുള്ള മറുപടി പറയുകയാണ്, 4 വിഭാഗം ആളുകൾക്കാണ്. അതിലൊന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരം സംസാരിക്കുന്നവർക്കാണ്. ചീത്ത പറയാത്തവർ, അസഭ്യം പറയാത്തവർ, പുലഭ്യം പറയാത്തവർ, അങ്ങനെ അന്യരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാത്തവർ, ഫിത്നയും ഗീബത്തും നമീമത്തും പറയാത്തവർ, ശാപവാക്കുകൾ ഉരുവിടാത്തവർ, എല്ലാവരോടും സൗമ്യമായ വർത്തമാനം പറയുന്നവർ, സരളമായ സുതാര്യമായ സ്നേഹമസൃണമായ വാക്കുകൾ മാത്രം പറയുന്നവർ. അങ്ങനെ ലിമൻ അത്വാബൽ കലാം, നല്ല വാക്കുകൾ പറയുന്നവരാരോ അവർക്കാണ് സ്വർഗത്തിലെ ആ വീടുള്ളത് എന്ന് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നല്ല വാക്കുകൾ പറയണം. ആരോട്?
ആരോട്? എല്ലാവരോടും. മക്കളോട് നല്ല വാക്കുകൾ പറയണം, ഉമ്മയോട് നല്ല വാക്കുകൾ പറയണം, അതുപോലെ ഭാര്യയോട് ഭർത്താവിനോട് നല്ല വാക്കുകൾ പറയണം. ഭാര്യയും ഭർത്താവ് ശരിക്കും നല്ല വാക്കുകളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ നിർമ്മിക്കുന്നത്. നല്ല വാക്കുകൾ, സ്നേഹമുള്ള വാക്കുകൾ. പല ദാമ്പത്യവും തകരാനുള്ള കാരണം ചീത്ത, മോശമായ നെഗറ്റീവ് വാക്കുകളാണ്. ഒരു ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെട്ടു, അങ്ങനെ ഓഫീസിലേക്ക് പോയി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഭർത്താവ് ഭാര്യ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നെന്താ രാത്രി ഭക്ഷണത്തിന്? അപ്പൊ ദേഷ്യം പിടിച്ചേക്കുന്ന ഭാര്യ ഫോണിൽ പറഞ്ഞു, ഞാൻ വിഷം കലക്കി വെച്ചിട്ടുണ്ട്. അന്നേരം തന്നെ ഭർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ നീ കഴിച്ച് കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മതി. ഇങ്ങനെ നെഗറ്റീവ് വാക്കുകൾ മതി ദാമ്പത്യ ബന്ധം തകരാൻ. അതുപോലെ കുറച്ച് ദേശത്തിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും. ഭാര്യ നല്ലൊരു മാക്സ് ഇടുന്നത് കണ്ടപ്പോ ഭർത്താവ് ചോദിച്ചു, നീ എവിടെയാ പോകുന്നത്? ഭാര്യ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ നരകത്തിലേക്കാ പോകുന്നത്. അന്നേരം ഭർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ എന്റെ ഉപ്പാനോട് ഉമ്മാനോടുള്ള സലാം പറഞ്ഞേ. തീർന്നില്ലേ? ഇങ്ങനെ നെഗറ്റീവ് മാത്രമുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥമുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ടോ ദാമ്പത്യ ബന്ധം തകരുന്നുണ്ട്. നല്ല വാക്കുകൾ പറയൂ, നന്നായി സംസാരിക്കോ. അവിടെയാണ് സ്നേഹമുള്ളത്, അവിടെയാണ് ദാമ്പത്യ ബന്ധം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഫാത്തിമ, നിന്റെ ഭർത്താവിനോട് പിണങ്ങേണ്ടി വന്നാൽ പോലും അത് രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് പിണക്കം തീർക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായി വർത്താനം പറഞ്ഞ് പിണക്കം തീർക്കണം. അല്ലെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും അവരുടെ തലച്ചോറിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ തലച്ചോറിന്റെ ഘടന റൈറ്റ് ബ്രെയിൻ അഥവാ അവരുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കേൾവിയെയും സംസാരത്തെയുമാണ്. നന്നായി സംസാരിക്കാനും നന്നായി സംസാരം കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. എന്നാൽ പുരുഷന്മാർക്ക് കേൾവിയോടും സംസാരത്തോടല്ല താല്പര്യം, കാഴ്ചയോടാണ്. നന്നായി കാണണം, അഴകോടെ കാണണം. അതാണ് ആണിന്റെ താല്പര്യം. പെണ്ണിന്റെ താല്പര്യം അഴകോടെ കാണുന്നതിനപ്പുറം നന്നായി വർത്തമാനം പറയുക, കേൾക്കുക എന്ന താല്പര്യം. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞാൽ മരണം വരെ ഭാര്യ അവന്റെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നന്നായി വർത്താനം പറയുന്ന ചങ്ങാതിയോട് ഓള് വർത്താനം പറയും. അതിൽ ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവള് തലച്ചോറിന്റെ ഘടന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നന്നായി വർത്തമാനം പറയും. മുമ്പ് ശ്രദ്ധിക്കണേ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി പിന്നെ മിണ്ടുന്നില്ല, വർത്താനം പറയുന്നില്ല. അങ്ങനെ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഭർത്താവ് ഇങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ, നാളെ രാവിലെ 4 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണമെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ വിളിക്കണം, അല്ലാണ്ട് എണീക്കാൻ കഴിയില്ല. പക്ഷെ ഭാര്യയുമായിട്ട് ഞാൻ ഇപ്പോൾ പിണക്കത്തില്ല, മിണ്ടുന്നില്ല. പിന്നെ എങ്ങനെ ഭാര്യ എന്നെ വിളിക്കാം? ഈ വിവരം എങ്ങനെ ഭാര്യനെ അറിയിക്കാം? ഇങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇയാള് തോന്നി അന്ന് എഴുതി വെക്കാം. അങ്ങനെ ഒരു കടലാസ് എടുത്തത് എഴുതി വെച്ചു, ഭാര്യ എന്ത് പറഞ്ഞാലും ശരി നാളെ രാവിലെ 4 മണിക്ക് എന്നെ വിളിക്കണം, അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. കടലാസിൽ എഴുതിയിട്ട് കടക്കൻ്റെ മേലെ വെച്ചു. ഇയാൾ അപ്പുറം തിരിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി ഭാര്യ കിടന്നുറങ്ങാൻ വേണ്ടി വന്നപ്പം കാണുന്നത് ഒരു കടലാസാണ്. ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ട്. ആ കടലാസ് വായിച്ചു നോക്കി. കടലാസിലുള്ളത് ഇങ്ങനെയാ, ഭാര്യ എന്ത് പറഞ്ഞാലും ശരി നാളെ രാവിലെ 4 മണിക്ക് എന്നെ വിളിക്കണം, എനിക്ക് അർജന്റായിട്ട് സ്ഥലത്ത് പോകാനുണ്ട്. എന്നാലും വർത്താനം പറയില്ല എന്നു. അപ്പൊ ഭാര്യ ശരിയെന്ന് കരുതി ഭാര്യയും കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് ഈ ഭർത്താവ് എത്ര മണിക്കാണ് എണീച്ചതെന്നറിയോ? 4 മണിക്കല്ല, 7 മണിക്ക്. 7 മണിക്കാണ് എണീച്ചത്. ദേഷ്യത്തോടെ എണീച്ചു. എൻ്റെ കാര്യം സാധിച്ചില്ലല്ലോ, എനിക്ക് പോവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കാൻ. പക്ഷെ ദേഷ്യപ്പെടാൻ കഴിയോ? കാരണം ഭാര്യ ഭർത്താവ് പിണങ്ങി നിന്നിട്ടുള്ളത്. മിണ്ടുന്നില്ല. മിണ്ടാത്ത ഇവർ തമ്മിൽ പിന്നെ എന്ത് വർത്താനം പറയാനാ? ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ കാണാം ആ കിടക്കന്റെ മുകളിൽ വേറൊരു കടലാസ്. ഇന്നലത്തെ കടലാസ് അല്ല, വേറൊരു കടലാസ്. ഇയാള് വേഗം ആ കടലാസ് എടുത്ത് നോക്കിയപ്പോ ആ കടലാസിൽ ഇങ്ങനെയാ എഴുതിയിട്ടുള്ളത്, ഭർത്താവേ എണീക്ക്, സമയം 4 മണിയായിട്ടുണ്ട്. ഭർത്താവ് എണീക്ക്, സമയം 4 മണിയായിട്ടുണ്ട്. ഇങ്ങനെയാ ചില ദാമ്പത്യങ്ങൾ. മിണ്ടുന്നില്ല. മിണ്ടാത്ത ദാമ്പത്യത്തിൽ സ്നേഹമില്ല. അതുകൊണ്ട് നന്നായി സംസാരിക്കോ, സ്നേഹത്തോടെ വർത്തമാനം പറയൂ. എന്തെല്ലാം പറയാണ്ട്. ഭാര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്ന അവളൊന്ന് പുകഴ്ത്തിപ്പറ. ഭർത്താക്കന്മാരോട് പറയാൻ, ഭാര്യ എത്ര നല്ല മധുരമുള്ള ഭക്ഷണമാണ്, മണിക്കൂറുകളോളം അടുക്കളയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് പാകം ചെയ്തു തരുന്നത്, ഒന്ന് പുകഴ്ത്തി പറഞ്ഞോടെ. പുകഴ്ത്തി പറയലുണ്ടാ? ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കിയ നല്ലത് പറയലുണ്ടോ? നിങ്ങൾ അറിയോ? നിങ്ങളെ പോലത്തെ ഒരാളുണ്ടായിരുന്നു മുമ്പ്, 10 കൊല്ലമായി അയാൾ മംഗലം കഴിച്ചിട്ട്. ഇന്നേ വരെ ഭാര്യ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തെ കുറിച്ച് ഒരു നല്ല വാക്ക് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അടിപൊളിയായെന്ന് പറഞ്ഞിട്ടേ ഇല്ല.
അങ്ങനെയുള്ള ഒരു ഭർത്താവ്. അയാളിങ്ങനെ ഒരു ഉസ്താദിന്റെ വയല് കേൾക്കുകയാണ്. അപ്പൊ ഉസ്താദ് എങ്ങനെയാ പറയുന്നത്? ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ, ആ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ആ ഭാര്യയുടെ ഭക്ഷണത്തെ പുകഴ്ത്തി പറയണേ. ഈ വയലിങ്ങനെ കേട്ടു. അപ്പൊ ഇയാൾക്കും തോന്നി, പഠിച്ചോനെ 10 കൊല്ലായി എന്റെ മംഗലം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ പുകഴ്ത്തി പറഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് ഉറപ്പിച്ച് ഈ വയല് കേട്ട് ഞാൻ നന്നായി. അങ്ങനെയൊന്നല്ല, ഈ വയല് കേട്ട് ഞാൻ നന്നായി, ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ഭാര്യ ഞാൻ പുകഴ്ത്തി പറയും ഭക്ഷണത്തിന്റെ വിഷയത്തിൽ. അങ്ങനെ വയലെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭാര്യ ഭക്ഷണം വിളമ്പി, ചപ്പാത്തിയും കോഴിക്കറിയും. അങ്ങനെ ചപ്പാത്തിയും കോഴിക്കറിയും തിന്നതിന് ശേഷം ഇനി ഇയാളെ പരിപാടി എന്താ? ഉസ്താദിന്റെ വയല് പ്രാക്ടിക്കൽ ആക്കലാണ്, എന്ന് വെച്ചാൽ പുകഴ്ത്തി പറയലാണ്. ഇയാൾ അവിടെ ഇരുന്നു, ഭാര്യനെ നീട്ടി വിളിച്ചു, ഭാര്യ. അപ്പൊ ഭാര്യ ഓടി വന്നു, ഭാര്യനോട് പറഞ്ഞു, ഭാര്യ ഇന്നത്തെ കോഴിക്കറി. 10 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് അയാൾ ഭാര്യനെ പുകഴ്ത്തുന്നത്. ഭാര്യ ഇന്നത്തെ കോഴിക്കറി അടിപൊളി കോഴിക്കറിയാണ്. ഇത് കേട്ടപ്പോ ഭാര്യ എന്താ പറഞ്ഞറിയാം? നിങ്ങൾ അങ്ങനെ പറയൂ, എനിക്ക് നിങ്ങളെ പണ്ടേ സംശയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെ പറയൂ. നിങ്ങൾ ഇന്നത്തെ കറി നല്ല കോഴിക്കറി അല്ലേ ചങ്ങാതി, 10 കൊല്ലായില്ലേ ഞാൻ നിങ്ങൾക്ക് കറിയും ചോറും കറിയെല്ലാം ഉണ്ടാക്കി തരുന്നു, ഇന്നേ വരെ പുകഴ്ത്തി പറഞ്ഞ. ഇന്ന് ഞാൻ കറിയില്ലാതെ വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ നബീസാന്റെ കോഴിക്കറി വാങ്ങിയിട്ട് കൊണ്ടു തന്നപ്പോ നിങ്ങൾക്ക് നല്ല കറിയല്ലേ എന്നും പറഞ്ഞ് ഇയാൾ ചൂടാവാൻ തുടങ്ങി. അതുകൊണ്ട് പുകഴ്ത്തി പറയുന്നതിന് മുമ്പ് ആദ്യം ഇത് ചിന്തിക്കണം, ഇത് ആരുണ്ടാക്കിയതാണ് എന്ന്. ഏതായിരുന്നാലും നല്ല വാക്കുകൾ പറയുക. നിന്റെ ഭാര്യക്ക് വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോ സമാധാനപ്പെടുത്തുക. നല്ല വാക്ക് പറയാന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ തന്നെയല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഭർത്താക്കന്മാര് ചിന്തിക്കോ, നിന്റെ ഭാര്യക്ക് ആർത്തവ നാളുകളിൽ ചില പെണ്ണുങ്ങൾക്ക് അടിവയറ് വേദനയാണ്, ചില പെണ്ണുങ്ങൾക്ക് വയറുവേദനയാണ്, ചില പെണ്ണുങ്ങൾക്ക് നടുവേദന, ചില പെണ്ണുങ്ങൾക്ക് കാലുവേദനയാണ്. പലർക്കും പല രീതിയിലുള്ള വേദനകളും അസ്വസ്ഥതകളുമാണ്. ആ ആർത്തവ നാളുകളിൽ പല രീതിയിലുള്ള വേദനകൾ അവർ അനുഭവിക്കുമ്പോ ആ സമയത്ത് അവർ ചിലപ്പോൾ മണിക്കൂറുകളോളം കിടന്നെന്ന് വരാം. ആ സമയത്താണ് ജോലി കഴിഞ്ഞ് നീ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെങ്കിലും നിന്റെ ഭാര്യയെ നീ ആക്ഷേപിക്കല്ല. അവൾ പാവമാണ്. പ്രകൃതിപരമായി അവൾക്കുള്ള ആർത്തവ സംബന്ധമായ വേദന അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം പറയല്ല. അതെടുക്ക്, ഇതെടുക്ക്, അത് ചെയ്യ്, ഇത് ചെയ്യെന്ന് പറഞ്ഞിട്ട് ആ സമയത്തും നീ അവളെ വെറുപ്പിക്കുന്ന വർത്തമാനം പറയല്ല. നല്ല വാക്കു പറയോ. തലവേദനയോടെ കിടക്കുന്ന നിന്റെ ഭാര്യയുടെ അരികെ ഇരുന്നിട്ടോ ആ നെറ്റിത്തടത്തിൽ മാർദ്ദവമായി തടവിയിട്ടോ ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ ആ ദാമ്പത്യം എന്തു മനോഹരമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് ഒരുപാട് പ്രയാസം അനുഭവിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആ ഭർത്താവ് നിരാശനായി നിൽക്കുമ്പോ സാന്ത്വനത്തോടെ ഭർത്താവിന്റെ പുറം തടവിട്ടോ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ടൊരു സമാധാനത്തിന്റെ വാക്ക് പറ. നല്ല വാക്ക് പറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല വാക്കുകൾ പറയൂ, ചീത്ത വാക്കുകൾ ഉപേക്ഷിക്കൂ. നല്ല വാക്കുകൾ പറയുന്നവരാരോ അവർക്ക് അല്ലാഹു സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് മൃദുലമായ വാക്കുകളോ. ഈ അടുത്ത് എന്നോടൊരു സഹോദരൻ പറഞ്ഞൊരു വിഷയമുണ്ട്. അഥവാ അദ്ദേഹത്തിന്റെ നാട്ടില് ഒരാള് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഇയാള് കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ മരിക്കാൻ വേണ്ടി പോകുന്ന ആള് നല്ല തൊപ്പിയൊക്കെ ധരിച്ച് നടക്കുന്ന മനുഷ്യനാണ്, താടിയുള്ള മനുഷ്യനാണ്, നെറ്റിത്തടത്തിൽ നിസ്കാര തടമ്പുള്ള മനുഷ്യനാണ്. അയാൾ മരിക്കാൻ വേണ്ടി പോകുമ്പോ ഈ കാണാൻ പോയ എന്റെ സുഹൃത്ത് ദിക്റ് ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ എത്ര ദിക്റ് ചൊല്ലിക്കൊടുത്തപ്പോഴും അയാൾ ചൊല്ലുന്നില്ല. അയാൾ പറയുന്നു അയാൾ നിലവിളിക്കുകയാണ്, ദിക്റ് ചൊല്ലുന്നില്ല. അപ്പോൾ എന്റെ സുഹൃത്തിനാകെ അത്ഭുതമായി, നന്നായി നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ പോലും ദിക്റ് ചൊല്ലുന്നില്ലാന്നോ. ഒടുക്കം ദിക്റ് ചൊല്ലാതെ അയാൾ മരിച്ചുപോയി. അപ്പോൾ എന്റെ സുഹൃത്തിന് വല്ലാത്ത വേവലാതിയായി. കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കെടുക്കുന്ന മനുഷ്യനു ദിക്റ് ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ. ഇതിന്റെ കാരണം എന്താണ്? ഒടുക്കമോ ഇദ്ദേഹം ഈ എന്റെ സുഹൃത്തോ
ഈ മരിച്ച ചങ്ങാതിയുടെ കുടുംബക്കാരോട് സംസാരിച്ചോ, എല്ലാവരോടും സംസാരിച്ചോ, പലരോടും ഈ വിഷയം പറഞ്ഞു. അവിടുന്നൊക്കെ കിട്ടിയ മറുപടി എന്താണെന്നറിയോ? ഈ മരിച്ച ആള് നല്ല മനുഷ്യൻ തന്നെയാണ്, കൃത്യമായി നിസ്കാരം ഒക്കെ ഉള്ള നല്ല മനുഷ്യനാണ്. പക്ഷെ ഇയാളുടെ കുഴപ്പം എന്താണെന്നറിയോ? മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോ വെറുപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കും. ദേഷ്യത്തോടെ വർത്തമാനം പറയുന്ന സ്വഭാവമാണ്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകള്, വർത്താനം പറയുമ്പോ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയും, ആകെ ടെൻഷൻ അടിപ്പിക്കുന്ന വർത്തമാനം പറയും, വല്ലാത്ത വെറുപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കും. അത് വേണ്ട വേണ്ട. അങ്ങനെയുള്ളവർക്ക് സ്വർഗം പോലും കണി കാണാൻ കഴിയില്ല. നിങ്ങൾ അറിയോ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബികളെ, ഇന്ന് ഈ സദസ്സിലേക്ക് ഇനി ആരാണോ വരുന്നതെങ്കിലോ, ഈ സദസ്സിലേക്ക് ഇനി ആരാണോ വരുന്നതെങ്കിലോ അയാള് സ്വർഗത്തിന്റെ ഉടമയാണ്, അയാൾ സ്വർഗാവകാശിയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സ്വഹാബികൾക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചോനെ, ഇനി ആരാണ് ഇവിടേക്ക് വരിക? ആ വന്നവർ സ്വർഗത്തിലാണെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. സ്വഹാബികൾ ഇങ്ങനെ കാത്തു നിൽക്കാൻ തുടങ്ങി. കുറച്ച് സമയം അങ്ങ് കഴിഞ്ഞപ്പോ അതാ വരുന്നു ഒരു പാവപ്പെട്ട സ്വഹാബി, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്ന പാവപ്പെട്ട സ്വഹാബിയാ വരുന്നത്. അയാൾ സലാം ചൊല്ലിയിട്ട് സദസ്സിന്റെ ഒരു മൂലയിലിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു, സദസ്സ് പിരിഞ്ഞു. സദസ്സ് പിരിഞ്ഞപ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വിരുന്ന് വരട്ടെ എന്ന്, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വിരുന്നു വരട്ടെയോ എന്ന് ഈ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സലാമിനോട് ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നോ, എനിക്ക് സന്തോഷം. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി അബ്ദുല്ലാഹി സലാമിന്റെ കൂടെ. അങ്ങനെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു, 2 ദിവസം താമസിച്ചു. 3ാമത്തെ ദിവസമായപ്പോ ഈ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സലാമിനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു സലാം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ 3 ദിവസം എന്തിനാ താമസിച്ചതെന്നറിയോ? അതൊരു രഹസ്യം കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു, എന്ത് രഹസ്യമാ നിങ്ങൾക്ക് കണ്ടെത്താനുള്ളത്? സ്വഹാബി പറഞ്ഞു, നിങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരീക്ഷിക്കുകയായിരുന്നു, ഞാൻ അന്വേഷണം നടത്തുകയായിരുന്നു. നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാൻ മാത്രം എന്ത് നന്മയാ ചെയ്യാറുള്ളത് എന്ന് അത് നിങ്ങളിൽ കണ്ടെത്താനാണ് 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചത്. പക്ഷേ നിങ്ങളിൽ അങ്ങനെയുള്ള നന്മയൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന അതേ നന്മ തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, സ്വഹാബി, ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നവനൊന്നുമല്ല, പക്ഷേ എനിക്കൊരു യോഗ്യതയായി ഞാൻ കാണുന്നത്, എന്റെ നന്മയായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടോ? അത് മറ്റൊന്നുമല്ല, ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ മനസ്സ് ശാന്തമാണ്, എന്റെ മനസ്സിൽ ആരോടും പകയില്ല, എന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ലാത്ത പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സോടെയാണ് ഞാൻ കിടന്നുറങ്ങുക. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ആരോടും വെറുത്ത് നിൽക്കണ്ട, പകയോടെ സംസാരിക്കണ്ട, ചീത്ത വാക്കുകൾ പറയേണ്ടതില്ല, നല്ല വാക്കുകൾ മാത്രം പറയാ. കാരണം നല്ല വാക്കുകൾ പറയുന്നവരാരോ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നോ, അല്ലാഹു ഒരു റൂം സൗകര്യം ചെയ്തു കൊടുക്കുമെന്നോ ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇനിയോ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ 3ാമത്തെ കാര്യം ഏതാണെന്നറിയോ? 3ാമത്തെ കാര്യം വഅത്അമ
ഭക്ഷണം നൽകലാണ്. ഭക്ഷണം നൽകലാണ്. ഇന്നിവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട് മാഷാ അല്ലാഹ് എത്ര ആളുകൾക്കാണ് ഭക്ഷണം സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവേ അവർക്ക് നീ അർഹമായി പ്രതിഫലം നൽകണേ അല്ലാഹ്. അതുപോലെ ഇന്നലെ പാണക്കാട് തങ്ങൾ ഇവിടെ വന്നല്ലോ, അതുപോലെ പണ്ഡിതന്മാർ പലരും വന്നല്ലോ, അതുപോലെ ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. ആരൊക്കെയാണ് ഭക്ഷണ സൗകര്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ടോ വിരുന്ന് സൽക്കരിക്കാൻ വല്ലാത്ത മോഹമുള്ളവരാണ്, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ വല്ലാത്ത ആഗ്രഹമുള്ളവരാണ്. ഭക്ഷണം നൽകുന്ന ആളുകളോ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു റൂം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം നൽകുക നീട്ടിപ്പരത്തി പറയേണ്ട, വെല്ലാക്കടപ്പുറത്തുകാരോട് വിരുന്ന് സൽക്കാരത്തിന്റെ മഹത്വം പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഇനി നാലാമത്തെ കാര്യം ഏതാണ്? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വബാത ഖായിമാ വന്നാസു നിയാം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളോ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമത്രേ. തഹജ്ജുദ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കാരം. ഒരു ജൂതനായ നമ്മള് തഹജ്ജുദ് നിസ്കാരം പോയിട്ട് സുബ്ഹ് നിസ്കാരം പോലും ചിലപ്പോൾ ഖളായിട്ടായിരിക്കും ചിലപ്പോൾ നിസ്കരിക്കലുണ്ടാവാം. എനിക്കറിയാം, എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്, നമ്മള് ചങ്ങാതി, അവനൊരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വയലെല്ലാം കേൾക്കുമ്പോൾ, ഈ കബീർ മക്കബിന്റെ വയലെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ രോമ ഇങ്ങനെ എടുത്തു പിടിക്കുന്നു. എന്നോട് ഇങ്ങനെയാ പറയുന്നത്, ഇങ്ങനെ കയ്യിലും ചുരുട്ടിയിട്ട് എന്നോടാ പറയുന്നത്. അവൻ എന്ത് ചെറുപ്പക്കാരനാ, നമ്മളെ ചങ്ങാതിയാ. ഉസ്താദ് കബീർ മക്കബിന്റെ വയലെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ രോമൽ ഇങ്ങനെ എടുത്തു പിടിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, കബീർ വാക്കി വയൽ പറയുമ്പോൾ ഇടക്ക് കരയാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ആക്കും. അങ്ങനെ ആക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരും. അത്രക്ക് സ്ട്രോങ് ആണ് അത്ര വയല് കേൾക്കുമ്പോൾ. ഞാൻ ചോദിച്ചു, പിന്നെന്താടാ നീ സുബീസ്ക്ക് പള്ളിയിൽ വരാത്തത്? അന്നേരം അവൻ എന്നോട് പറഞ്ഞ്, കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ചില ചെറുപ്പക്കാരെല്ലാം ക്ലാസ്സും വയലെല്ലാം കേട്ടിട്ട് പോകുമ്പോൾ ഇങ്ങനെല്ലാം പോവാ മുറുക്കി പിടിച്ചിട്ട്. അതിനാണ് നീ എങ്ങനെ പോകുന്നത്? എന്താണെന്നറിയില്ല, ഈമാൻ കയറിയിട്ടുള്ളത്, വയലെല്ലാം കേട്ടിട്ട് ഈമാൻ കയറിയിട്ടുള്ള മനുഷ്യന്മാർ. എന്നിട്ടോ സുബി കളാക്കിയിട്ടാണ്. കാരണം ഉറങ്ങുമ്പോൾ ഇങ്ങനെ ലൂസായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈമാൻ. ഏതായിരുന്നാലും പാതിരാ നേരത്ത് ഒന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മോഹത്താൽ പിരിഞ്ഞു പോകുന്ന ആളുകൾ പക്ഷെ എഴുന്നേൽക്കുന്നതോ സുബഹിയും ഖളായ നിലയിൽ. വേണ്ട ആഗ്രഹത്തോടെ കിടന്നാൽ നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ സൗകര്യമുണ്ടാവും. പോട്ടെ ഒരു സുബഹിയെങ്കിലും ഖളാ ആവാതെ നിസ്കരിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കണ്ടേ മുഅ്മിനേ. ഒരു ജൂതനായ പണ്ഡിതൻ അദ്ദേഹം ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സംഭവം. അയാൾ പറയാൻ, ഈ അടുത്ത് ഇസ്രായേലുകാര് ഫലസ്തീനികളെ വല്ലാതെ ആക്രമിച്ചൊരു സംഭവം ഉണ്ടായല്ലോ ഈ അടുത്ത്. അന്നേരം ഈ ജൂതനായ പണ്ഡിതൻ പറയാണ്, മുസ്ലിമീങ്ങളെ നമുക്ക് ആക്രമിക്കാനോ തൊടാനോ പറ്റാത്തൊരു സമയം വരാനുണ്ട്. ഏതാ സമയം എന്നറിയോ? വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ വരുന്ന അത്രയും ആളുകൾ സുബഹിയുടെ ജമാഅത്തിന് പോകുന്ന ഒരു കാലം വന്നാൽ മുസ്ലിമീങ്ങളുടെ ഒരു രോമം പോലും തൊടാൻ നമുക്ക് കഴിയൂല. അല്ലാത്ത കാലത്തോളം മുസ്ലിമീങ്ങൾ ഒരു പ്രശ്നമല്ല. ജൂത പണ്ഡിതനാ പറഞ്ഞ, മുസ്ലിം പണ്ഡിതനല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? വെള്ളിയാഴ്ച ജുമാക്ക് എത്ര ആളുണ്ടാവുക? ബെല്ലാക്കടപ്പുറത്തെ ജുമാഅത്ത് പള്ളിയിൽ മേലെ ആളുണ്ടാവോ? നിങ്ങളെന്ത് മിണ്ടാത്ത? നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ? മേലെ ആളുണ്ടാവോ? പള്ളിന്റെ മേലെ ഉണ്ടാവും. അപ്പൊ നിറഞ്ഞ സദസ്സാണ്. ഇന്ന് സുബൈയുടെ ജമാഅത്തിനോ 1-2 സഫ് ഇല്ലേ? അത്രയല്ലേ ഉള്ളൂ. അന്ന് ഈ ജുമാക്ക് വരുന്ന ആള് മനുഷ്യന്മാർ തന്നെയാണോ അല്ല മലക്ക് തന്നെയാണോ? ജിന്നാണോ മലക്കാണോ? അല്ലാഹു പ്രത്യേകം വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പ്രത്യേകം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ജീവികളാണോ? അല്ല, അവരും ഈ സുബൈയുടെ നേരത്ത് ഈ വെല്ലാക്കടപ്പുറത്തുള്ള ടീം തന്നെയാണ്. പിന്നെ എന്താ സുബൈക്ക് പള്ളിയിൽ വരാത്തത്? അതന്നെയാ ജൂത പണ്ഡിതൻ പറഞ്ഞത്. വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന മുസ്ലിമീങ്ങളോ അത്രയും എണ്ണത്തിൽ സുബഹിയുടെ ജമാഅത്തിന് പള്ളിയിൽ വരാത്ത കാലത്തോളം മുസ്ലിമീങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല. നിങ്ങളറിയോ, ഇസ്ലാമിന്റെ തുടക്ക സമയങ്ങളിൽ സ്വഹാബികള് കള്ളും കഞ്ചാവും പെണ്ണുമായി നടന്ന അന്നത്തെ മനുഷ്യന്മാര് അവരുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ റസൂലുള്ള ചെയ്തതെന്താണ്? ഖുർആൻ പറഞ്ഞതെന്താണ്?
രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയാണ്, അല്ലേ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനാ പറഞ്ഞത്. എന്ന് വെച്ചാൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരുടെ ഖൽബിൽ ഈമാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമെന്നാണ്. പടച്ചവരെ, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അത് സ്വർഗത്തിൽ വീട് നിർമ്മിക്കാനുള്ള 4ാമത്തെ വഴിയാണ്. ഇനി 5ാമത്തെ വഴി, അവസാനത്തെ വഴി, അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സ്വർഗത്തിൽ വീട് നിർമ്മിക്കാനുള്ള 5ാമത്തെ വഴി സലാമിനെ വ്യാപിപ്പിക്കലാണ്. ഏത് സലാം? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവരാരോ അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു റൂം സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ആർക്ക്? സലാം കൊണ്ട് തുടങ്ങുന്നവർ. അവർ വലിയ അനുഗ്രഹത്തിന്റെ ആളുകളാണ്. ഇന്നാ ഉലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. തീർച്ചയായും സലാം കൊണ്ട് തുടങ്ങുന്നവരാരോ അവർക്ക് അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും അർഹരായവരാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഥവാ 2 മുസ്ലിമീങ്ങൾ തമ്മിൽ കൈ കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരുടെ കൈ അങ്ങ് വേർപിരിയുന്നതിന്റെ മുമ്പ് അവർ 2 പേരുടെയും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ. സകല പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. തീർന്നില്ല. മുഅ്മിനീങ്ങൾ തമ്മിൽ കൈ കൊടുത്തിട്ട് സലാം പറയുമ്പോൾ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുക്കും. അതോടൊപ്പം ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞിട്ട് ഓടിപ്പോകും. മുഅ്മിനീങ്ങൾ കൈ കൊടുത്ത് സലാം പറയുമ്പോൾ ഇബ്ലീസ് എന്താ ചെയ്യാ? നാശമേ 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 എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് ഓടി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടി പോകുന്ന സമയത്ത് ഇബ്ലീസ് പറയത്രേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യന്മാരെ കൊണ്ട് ഞാൻ ഓരോ തെറ്റുകുറ്റങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, എന്നിട്ട് ഒടുക്കമ്മൽ ഒരു സലാം പറഞ്ഞിട്ട് അവരെല്ലാ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞിട്ട് ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ സദസ്സിലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒന്ന് ശ്രദ്ധിക്കണേ. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അവസാനമായി പറയാം, നമുക്ക് ഈ അവസാന സമയത്ത് ഇബ്ലീസിനെ ഒന്ന് കരയിപ്പിച്ച് ഓടിച്ചാലോ? തയ്യാറാണോ? ആണെങ്കിൽ ഒന്ന് തലയാട്ട്. തയ്യാറാണോ? ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തിട്ട് ഒരു അസ്സലാമു അലൈക്കും പറയാം. മസിൽ പിടിച്ചിട്ട് ആരും ഇരിക്കണ്ട. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നല്ലവരാണ്, ഖൽബിൽ ഈമാനുള്ളവരാണ്. ഇബ്ലീസിനെ പൊട്ടിക്കരയിക്കാം. ഒന്ന് കൈ കൊടുത്ത് സലാം പറ പെട്ടെന്ന്. എന്തിനാ പിന്നെ മസിൽ? ഈ സമയത്ത് എന്തിനാ മസിലെല്ലാം പിടിച്ചേക്കുന്നത്? കൈ കൊടുത്ത് സലാം. പെണ്ണുങ്ങന്മാരെ, നിങ്ങൾ കൈ കൊടുത്ത് സലാം പറ. ആ കൈ കൊടുത്ത് സലാം പറയുന്ന സമയം ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞിട്ട് ഓടിപ്പോകുമെന്ന് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. തീർന്നില്ല. ഈ സലാം കൊണ്ട് തുടങ്ങുന്ന ആളുകളോ, സലാം പറയുന്ന ആളുകളോ, സലാമിനെ വ്യാപിപ്പിക്കുന്ന ആളുകളോ അവർക്ക് സ്വർഗത്തില് വീടുണ്ടത്രോ, സ്വർഗത്തിലൊരു സൗധമുണ്ടത്രോ, സ്വർഗത്തിലൊരു റൂമുണ്ടത്രോ. ഈ 5 വിഭാഗം ആളുകൾക്കോ സ്വർഗത്തിലൊരു ഭവനമുണ്ട്. അല്ലാഹുവേ, ഈ 5ഉം ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പരമാവധി മരണം വരെ കൊണ്ട് നടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു തേന്റെ കുപ്പി ലേലം ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ലേലം വിളിച്ച് ദുആ ചെയ്തിട്ട് പിരിയാം. ആരും എഴുന്നേറ്റ് പോകരുത് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിവിടെ കിട്ടിയ സംഭാവന എച്ച് അബൂബക്കർ ഹജി 1 പവൻ, അഞ്ചിലത്ത് അബ്ദുറഹ്മാൻ 10,000 രൂപ, കെ അബ്ദുറഹ്മാൻ മദിൽ 3000 രൂപ, ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ 1053 രൂപ, ഒരാൾ മരിച്ച ഉമ്മാന്റെ പേരിലും കുടുംബക്കാരുടെ പേരിലും ദുആ ചെയ്യാൻ തേൻ കുപ്പി 1, ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ റുമാമ്പഴം.
തേന് ലേലം വിളിക്കുന്നതിൻ്റെ മുമ്പ് 8 റുമ്മാൻ പഴമുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് അതൊരു തുക പറയാണ്. ആ തുക തരാൻ തയ്യാറുള്ളവർ നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ആ തുക ഇത് നേരത്തെ ചെയ്താൽ പോരെ, ഇതിപ്പം ചെയ്തിട്ട് എന്താ കാര്യം? ദുആ ചെയ്യുമ്പോൾ അതിൽ പ്രസംഗിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ട ചങ്ങായി പോട്ടെ, ലാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള സൗണ്ടെല്ലാം പോയി. ഇത് ഈ സമയത്ത് ഇതേ ചെയ്ത സാധനം ഞാൻ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മണിക്കൂറും കൂടി അധികം സംസാരിക്കും, കുറച്ചും കൂടി ഒച്ചത്തിൽ നല്ല വൃത്തിയിൽ സംസാരിക്കും. ലാസ്റ്റ് ദ്വാരക്കുന്ന സമയത്ത് പോട്ടെ പിന്നെ നാളെ വരുന്നൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കല, ഞാൻ തുടക്കത്തിൽ തന്നെ ശരിയാക്കി കൊടുക്കാം. ഞാൻ ദേഷ്യം പിടിച്ചൊന്നല്ലേ, അങ്ങനെ വിചാരിക്കരുത്. ദേഷ്യം പിടിക്കുന്ന ആളൊന്നുമല്ല, മറിച്ച് പിന്നെ ദിവസം പോയെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പം മൈക്കിൻ്റെ സിസ്റ്റവും ആ കുറക്കുന്നതും കൂട്ടുന്നതും ഓരോ പോയിൻ്റ് ആക്കുന്നതും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞതാണ്. നാളെ വരുന്നാക്കും ഇങ്ങനെ ചെയ്യരുത്, ലാസ്റ്റ് ടൈം മാത്രം സൗണ്ട് കൂട്ടി കൊടുത്തിട്ടൊന്നൊരു കാര്യമില്ല. അത് ഈ ചെയ്ത പ്രവർത്തനം നിങ്ങൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് അത്രേ പറയാനുള്ളൂ. അപ്പോൾ 8 റുമ്മാൻ ഭയമുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് ഈ 8 റുമ്മാൻ ഇവിടെ ലേലം വിളിച്ചിട്ട് സമയം കളയുന്നില്ല. ഒരു തുക തരാം, ഒരു തുക നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് അത് നൽകുന്നവർ ഇത് സ്വീകരിക്കാം. വലിയ തുകയൊന്നും പറയില്ല, ചെറിയൊരു തുക പറയാം. അത് നൽകുന്നവർ അല്ലാഹു തആല അവരുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അത് കഴിക്കുന്നവർ, അത് കുട്ടികളാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ അല്ലാഹു അത് നശിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലേലം വിളിക്കണം തന്നെയാണ് പറയുന്നത്. അപ്പോൾ 8 എണ്ണം ഉണ്ട്. 8 2 വീതം ഇൻഷാ അല്ലാഹ് ലേലം വിളിക്കാനും വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇത് വിളിച്ചെടുക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു 3 സ്വലാത്തു ചൊല്ല നമുക്ക് ലേലം വിളി ആരംഭിക്കാം. കൂടുതൽ സമയമൊന്നും ചെലവഴിക്കൂല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീൻ. 2 റുമ്മാനെ ഇൻഷാ അല്ലാഹ് ഒരാൾ ഇത് തുടങ്ങുക, നല്ലൊരു തുക കൊണ്ട് തുടങ്ങാം. എത്രയാ? നല്ലൊരു തുക കൊണ്ട് തുടങ്ങാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിളിക്കുന്നവർക്ക്, നമ്മുടെ പള്ളി മദ്രസക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് 313 അല്ലേ? ഇൻഷാ അല്ലാഹ് 313 കൊണ്ട് തുടങ്ങാം. അള്ളാഹുവെ 313 വിളിച്ച സഹോദരൻ, അള്ളാഹുവെ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ഈ സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. 313 രൂപ. 313 രൂപ. ലേല ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കൂല, പെട്ടെന്ന് വിളിച്ചെടുക്കാം ഇൻഷാ അല്ലാഹ്. കൂടുതൽ ദുആ ചെയ്തിട്ടോ കൂടുതൽ പറഞ്ഞിട്ടോ സമയം കളയുന്നില്ല. അതുകൊണ്ടാണ് ഓരോന്നോരോന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 313 രൂപ. ആരുമില്ലേ? ഞാൻ കമ്മിറ്റിക്കാരുടെ സമ്മതം ചോദിക്കാം. കാരണം കൂടുതൽ സമയം ലേലം വിളിച്ച് കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ്. കാരണം സമയം ഇപ്പം തന്നെ 11:30 എത്രയായി? 11:45 എങ്ങനെ ആകാൻ പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തുക അത് പറഞ്ഞ് കൊടുക്കാണ്. 1001 രൂപ ഇൻഷാ അല്ലാഹ്. ഒരു റുമ്മാന് 1001 രൂപക്ക് നിങ്ങൾ സ്വീകരിക്കുക. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു 1000 ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണ ഒരു ഫാത്തിഹ ഓതാം. ആ ഫാത്തിഹ ഓതുന്ന അതിൻ്റെ പ്രതിഫലം 1000 ആളുകൾ ഓതിയാൽ 1000 ഫാത്തിഹയായി. ഈ 1000 ഫാത്തിഹയുടെ പ്രതിഫലം 1001 രൂപക്ക്
കേവലം 1001 രൂപ വലിയ തുകയല്ല, ചെറിയ തുകയാണ്. ഈ 1001 രൂപക്ക് ഇതാരാണോ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലാഹു തആല അവരുടെ മരിച്ചുപോയ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിലേക്ക് ഈ 1000 ഫാത്തിഹകളുടെ പ്രതിഫകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഇത് കഴിക്കുന്നതെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവേ റഹ്മാൻ, ഏതൊക്കെ വിദ്യാർത്ഥിനികളാണോ കഴിക്കുന്നതെങ്കിൽ അവർക്ക് നീ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കണേ അല്ലാ. ആ മക്കൾക്ക് നീ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. അതിനിടയിൽ സംഘാടകയിൽപ്പെട്ട ആളുകൾ ഓരോന്നും ഇത് വിതരണം ചെയ്യും. അത് 8 ആളുകൾ ഇത് സ്വീകരിക്കുക 1001 രൂപക്ക്. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതാനെ കൊണ്ടു കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ 8 റുമാൻ 8 ആളുകൾ വീതം വാങ്ങുകയാണ്. പടച്ച റബ്ബേ, നിന്റെ പള്ളിക്ക് മദ്രസക്ക് വേണ്ടി 1001 രൂപ സംഭാവന നൽകുകയാണ്. നീ സ്വീകരിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ആ സ്വതക്കയുടെ പ്രതിഫലം അവരുടെ മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി എത്രയാ ബാക്കിയുള്ളത്? ഒറ്റൊന്ന് ഇതവിടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ 8 റുമാനും തീർന്നിട്ടുണ്ട്. ഇനി ഒരൊറ്റ തേനേ ഉള്ളൂ അല്ലേ? വേറെ ഇല്ലല്ലോ. ഇത് നല്ലൊരു തുകക്ക് ലേലം വിളിക്കണം. അതിനു മുമ്പ് ഇത് ആരാണോ വിളിച്ചെടുക്കുന്നതെങ്കിൽ മാഷാ അല്ലാഹ് അവർക്കൊക്കെ അല്ലാഹു തആല ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ അള്ളാഹുവിൻ്റെ ഖളായിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിളിച്ചെടുത്ത് കൊണ്ടുപോകുന്നവർ അവരുടെ എല്ലാ അപകടങ്ങളെയും അള്ളാഹു കാക്കട്ടെ. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ അവരിത് കഴിക്കുന്നതെങ്കിൽ അല്ലാഹുവേ അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഭവനമായ പള്ളിയുടെ മുന്നിൽ വെച്ചു നിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മതം പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസയുടെ കെട്ടിട ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തിന് ശേഷം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ വാളിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാലാകമാർ പെയ്തിറങ്ങുന്ന ഈ സദസ്സിൽ വെച്ചു അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഇവിടെ 3 സ്വലാത്തുകൾ ഉറക്കെ ചൊല്ലുകയാണ്. പടച്ചവനെ, 1000 ആളുകൾ 3 എണ്ണം ചൊല്ലുമ്പോൾ 3000 സ്വലാത്തായി. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ തേൻ ആരാണോ ലേലം വിളിച്ചു കൊണ്ടുപോകുന്നതെങ്കിലോ അവരുടെ വീടുകളിൽ ബർക്കത്ത് നൽകണയല്ലോ, അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണയല്ലോ, രോഗങ്ങൾക്ക് ശമനം നൽകണയല്ലോ. ആ വീട്ടിലെ മക്കളെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി നീ മാറ്റണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളാക്കി ആ വീട്ടിലെ മക്കളെ നീ മാറ്റണേ അല്ലാ. ചൊല്ല് സ്വല്ലല്ലാഹു, ഉറക്കെ ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ സ്വലാത്തിനെയും പ്രാർത്ഥനയും സ്വീകരിക്കുമാറാകട്ടെ. നല്ലൊരു തുകക്ക് ഇത് സ്വീകരിക്കണം. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ആളുകൾ